നമസ്കാരം. വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും ദേവി ഭാഗവതത്തിലെ പ്രഭാഷണത്തിന്റെ ഹരിയേട്ടന്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രഭാഷണം ഇന്ന് തുടരുകയാണ്. ഇന്നലത്തെ 1 മണിക്കൂർ വളരെ പൂർണ്ണമായ പ്രഭാഷണത്തിന് ശേഷം അതിന്റെ കണ്ടിന്യൂവേഷൻ ഇന്ന് തുടരുകയാണ്. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഇന്ന് പ്രാർത്ഥന ചെല്ലുന്നത് മേപ്പാട് സുമേഷേട്ടന്റെ മകൾ തൻവിയാണ്. തൻവി, നമസ്കാരം. 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 ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്റെ പേര് തൻവി മേപ്പാട്. ഞാൻ ചിന്മയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് പുത്തൂർ അംബികയിൽ പഠിക്കുന്നത്. വെരി ഗുഡ്, താങ്ക്സ്. എന്ന പ്രാർത്ഥന ചൊല്ലിക്കോളൂ. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ധന്യവാദം. വളരെ നന്ദി തന്നെ. നമുക്കിനി ഹരിയേട്ടന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഹരിയേട്ട, ഒട്ടും സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ശ്രീ മഹാദേവ്യൈ നമ. ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ഉത്ഥതൗ മധുകൈടഭൗ മഹിഷാസുരം ച നിഹത്യതം ധൂമ്രലോചന ചണ്ഡമുണ്ഡഗരക്തബീജമുഖാംശ്ച താൻ ദുഷ്ടശുംഭ നിശുംഭമർദിനി നന്ദിതാമരവന്ദിതേ വിഷ്ടപത്രയതുഷ്ടികാരിണി ഭദ്രകാളി നമോസ്തുതേ. ശ്രീ മഹാദേവി നമ. ഓം. പാപം പൊറുക്കണേ, രോഗമകറ്റണേ, വിഷ്ണുമായേ മമാമോഹമകറ്റണേ, ദുഃഖമകറ്റണേ, ദുർഗേ മഹേശ്വരി ദുഃഖഹന്ത്രി ജഗന്മാതേ നമിപ്പു ഞാൻ. ശ്രീ മഹാദേവി നമ. ശ്രീ മഹാദേവി നമ. ഇന്നലെ നമ്മൾ ബലരാമൻ്റെ വിവാഹമാണ് പറഞ്ഞു വെച്ചത്. അപ്പം അതിലൊരു വിസ്താരം കൂടി പറയുകയാണ് ഉണ്ടായത്. അതിൽ ഈ ബലരാമൻ്റെ അത് സ്ത്രീധനമായിട്ട് കിട്ടിയതാണ് കുശസ്ഥലി എന്നൊരു വാദമുണ്ട്. അപ്പം അതിൻ്റെ ഒരു കഥയുണ്ട്. അതായത് ഈ ശര്യാദിയുടെ മകൻ ആനർത്തന് ഒരിക്കലും ശര്യാദി എന്ന ചെറിയൊരു ശുണ്ഠി പോലെ, അപ്പോൾ ഒന്ന് ഭൂമിയിൽ വസിക്കാൻ പാടില്ല എന്നൊരു ശിക്ഷ കൊടുത്തതാ. അപ്പോൾ വലിയ സങ്കടമായി. അദ്ദേഹം മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നുള്ള് ഈ രൈവതം എന്ന് പറഞ്ഞ ഭൂമി അവിടെ ഉണ്ട് അത്രേ. അപ്പോൾ അവിടുന്ന് ഒരു നുള്ള് മണ്ണെടുത്തിട്ട് കടലിലിട്ടു. അതൊരു ദ്വീപായിട്ട് മാറി. അതാണ് കുശസ്ഥലിയായിട്ട് മാറിയത് എന്നാണ്. ആ കുശസ്ഥലിയാണ് പിന്നീട് ഈ ദ്വാരകയായിട്ട് ശ്രീകൃഷ്ണൻ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച് വലിയ 100 യോജന വിസ്താരമുണ്ട്, 9 ലക്ഷം കൊട്ടാരങ്ങളുണ്ട്. അങ്ങനെ സർവ്വകാല സുഖപ്രദം. അവിടെ ചീത്ത എന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുക. യാദവ നാശം വരെ അവിടെ ആ സമയം വരെ യാതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അത്രയും വിശാലമാണ്. അതിൻ്റെ ഒരു ആമുഖം പോലെ അവിടെ നിന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ്. ശ്രീ മഹാദേവി നമ. ഭാഗവതിലില്ലാത്ത കഥയായതുകൊണ്ട് ഒന്ന് മുന്നേ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സർവം ഖല്ലുതമേവാഹം നാന്യതസ്തി സനാതനം, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ നമ. ശ്രീ മഹാദേവി നമ. ജനമേജയൻ ചോദിക്കുന്നത്, ഈ മനുഷ്യർക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഊർധ്വലോകങ്ങളിലേക്ക് പോയിട്ട് സ്വർഗത്തിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നതാണ്. അപ്പോൾ നല്ലോണം പുണ്യമുള്ള എല്ലാവർക്കും പോയി വരാം, അതിന് യാതൊരു പ്രയാസവും ഇല്ല. എത്രയോ ആളുകൾ പോയിട്ടുണ്ട്. ചിലവരുടെ പേര് പറഞ്ഞു. രേവതൻ പോയിട്ടുണ്ട്. രേവതൻ പോവുകയാണല്ലോ, ആ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. കകുസ്ഥൻ, അതേപോലെ ഈ മഹാഭിഷൻ, ശന്തനുമായിട്ട് പിന്നീട് വന്ന മഹാഭിഷൻ അങ്ങനെ പോയിട്ടുണ്ട്. അർജുനൻ പോയിട്ടുണ്ട്. നഹുഷനും യയാദിയൊക്കെ പോയിട്ടുണ്ട്. എത്രയോ ബ്രഹ്മർഷിമാർ പോയിട്ടുണ്ട്. അതേപോലെ അസുരന്മാർ പോയിട്ടുണ്ട്. പുരൂരവസ് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പുണ്യം വേണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. അതിന് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം
എന്ന് ചോദിച്ചപ്പോൾ ഈ രേവതന് രേവതിയെ പുത്രിയായിട്ട് ജനിച്ചപ്പോൾ അതിന് വളരെയധികം ലക്ഷണങ്ങൾ കുറച്ചധികം സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പം എന്താ വേണ്ടേ എന്ന് ആലോചിക്കണം. ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ നേരെയാവില്ല എന്ന് വിചാരിച്ച് കുശസ്ഥലിയിൽ എന്താ പ്രത്യേകത? ധാരാളം ഈ യാഗഹോമാദി പൂജാദികളൊക്കെ ധാരാളം ചെയ്യുകൊണ്ട് ആ പുണ്യങ്ങൾ മുഴുവനുണ്ട്. അപ്പോൾ എന്ത് കാണിച്ചാൽ സ്വാതന്ത്ര്യമുണ്ട് അനുസാരം. അങ്ങനെയാണ് അദ്ദേഹം തീരുമാനിച്ചതെന്ന ബ്രഹ്മാവിനോട് ചോദിക്കാം. അവിടെ ചെന്നു ചോദിച്ചു. ചെന്നപ്പോൾ ഒരു ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ നൃത്തങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമേ അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. കണ്ടപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഇങ്ങനെയാണ് ഈ വരൻ ആരാ വേണ്ടത് എന്നാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ കാലം ലേശം വ്യത്യാസമുണ്ട്. ഇപ്പോൾ 107 യുഗം കഴിഞ്ഞിരിക്കണം. അതായത് 27 യുഗത്തിൻ്റെ അവസാനം ദ്വാപരാന്തിയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ കുശസ്ഥലിയിൽ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ട് വാസുദേവനായിട്ട് അവതരിച്ചിരിക്കുന്നു. വാസുദേവ സമുൽപ്പന്ന കൃഷ്ണ കമലലോചന ദേവക്യാം ദേവരൂപിണ്യാം യോസൗ നാരായണോ മുനി. അവിടെ ഭഗവാൻ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് പറയുകയാണ്, എൻ്റെ ആവശ്യപ്രകാരം ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒപ്പം ഭഗവാൻ ബലരാമനും ചതുർമൂർത്തി വ്യൂഹത്തിലാണ് വന്നിരിക്കുന്നത്. ഏട്ടനായിട്ട് രാമൻ ശേഷം തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ മകനായിട്ട് പ്രദ്യുമ്നൻ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ അനിരുദ്ധനും അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഭൂഭാരഹരണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവര് അതിൽ രാമന് കൊടുത്തോളൂ. ബലരാമനാണ് ഈ രേവതിയുടെ ഭർത്താവായിട്ട് വേണ്ടത് എന്നെല്ലാം പറഞ്ഞു. തസ്യാഗ്രജ സുവിഖ്യാതോ ബലദേവോ ഹലായുധ ശേഷാംശോ മുസലി വീരോ വരോസ്തു തവ സമ്മത. ഈ ഉപദേശം കേട്ടതുകൊണ്ട് അവിടുന്ന് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങോട്ട് പോന്നു. ആ ബലരാമന്റെ അടുത്ത് എത്തി. ദദൗ താം ബലദേവായ കന്യാം വൈ ശുഭലക്ഷണാം. ആ രേവതിയെ വേണ്ട വിധിപ്രകാരം തന്നെ ബലരാമന് കൊടുത്തു. വളരെ സന്തോഷമായിട്ട് അതിനെ സ്വീകരിച്ചു. നന്നായിട്ട് തന്നെ ജീവിച്ചു എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം അവിടെ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിശപ്പ്, ദാഹം കാര്യങ്ങളൊന്നും സ്വതേ വരില്ല എന്നാണ്. ഈ കാലവ്യത്യാസത്തിന്റെ പറയുന്ന സമയത്ത് ബ്രഹ്മലോകത്തേക്ക് പോവുക തിരിച്ചു വരിക, ഈ കാലവ്യത്യാസം വന്നല്ലോ. അവിടെയും ഇതുപോലെ ഈ ഷഡൂർമി വ്യത്യാസം വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ അതേ ദേഹത്ത് തന്നെ തിരിച്ചു വരാൻ സാധിച്ചത്. പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സമയം പോയിരിക്കണം. മറ്റേ ഈ ദേഹവ്യത്യാസങ്ങളെല്ലാം കാണുന്നു. രേവതൻ നേരെ മുക്തി നേടുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ കഥ അവിടെ വെച്ചു. അതിനുശേഷം വീണ്ടും ഈ നമ്മളിപ്പോൾ വംശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാരുടെ മനുപുത്രന്മാരുടെ കഥയാണ് പറഞ്ഞത്. 10 പുത്രന്മാരുണ്ടായി. ഇക്ഷ്വാകു തൊട്ട് ഇക്ഷ്വാകു, നാഭാഗൻ, ദൃഷ്ടൻ, ശര്യാദി, നരിഷന്തൻ, പ്രാംശു, നൃഗൻ, ദിഷ്ടൻ, കരുഷൻ, പൃഷധൻ, ഇങ്ങനെയുള്ള ആ പുത്രന്മാരിൽ ഈ തുമ്മലിൽ നിന്നുണ്ടായിട്ടുള്ള ഇക്ഷ്വാകു എന്ന മൂത്ത പുത്രൻ തൻ്റെ മക്കളായിട്ടുള്ള 50 പേരെ ഉത്തരാപഥത്തിലും അതേപോലെ 50 പേരെ ദക്ഷിണപഥത്തിലും അങ്ങനെ രാജാക്കന്മാരായിട്ടും അതേപോലെ 2 പേരെ തന്നെ സഹായിക്കാനായിട്ടും വെച്ചു. അങ്ങനെ ഭരിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം മൂത്തപുത്രനായിട്ടുള്ള വികുക്ഷിയോട് ഇക്ഷ്വാകു പറഞ്ഞു, ശ്രാദ്ധത്തിന് കുറച്ച് മാംസം വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശുദ്ധമായിട്ട് കൊണ്ടുവരണം കേട്ടോ, ആജ്ഞയാണ്, എന്നാൽ അത് അങ്ങനെയാണ് പറയുകയും ചെയ്യുക. എല്ലാം സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം പോയി വികുക്ഷി കാട്ടിലൊക്കെ ചെന്ന് ധാരാളം മറ്റേ മാന്, അതേപോലെ പന്നി, അങ്ങനെയുള്ളതൊക്കെ ധാരാളം ഉണ്ടാക്കി സംഘടിപ്പിച്ചു വെച്ചു. വല്ലാണ്ട് അധ്വാനം കാരണം കൊണ്ട് വിശപ്പും ദാഹമൊക്കെ വന്നു. ഏതായാലും ഒരു മുയലിനെ ചുട്ട് തിന്നു, അതല്ലേ പറയണ്ടു. എന്നാൽ അത് അദ്ദേഹത്തെ അത്ര നിഷ്കളങ്കനാ, ഒരു തെറ്റും ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഒന്നുണ്ട്, നിയമമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷമുണ്ടെങ്കിൽ അത് ഈശ്വരനാൽ സ്വീകരിക്കപ്പെടും. ചെയ്യുന്ന തെറ്റുകളിൽ കുറ്റബോധമുണ്ടെങ്കിൽ അത് പൂജയായാൽ പോലും ഭഗവാൻ സ്വീകരിക്കൂല. അപ്പൊ ഇവിടെ ലവലേശം കുറ്റബോധം തോന്നിയില്ല. ശശാദൻ ആ സമയത്ത് വികുക്ഷിയാണ്. വികുക്ഷി ഇവിടെ വന്നിട്ട് ഇതൊക്കെ കൊടുത്തു. അത് ശരിയല്ല എന്ന് വസിഷ്ഠൻ കണ്ടുപിടിച്ചു. കാരണം ഉച്ഛിഷ്ടായിരിക്കണം, ശ്രാദ്ധത്തിന് പറ്റില്ല. ശ്രദ്ധയാ ശ്രാദ്ധം ആണ്, അതുകൊണ്ട് ശ്രാദ്ധത്തിന് പറ്റില്ല. രാജാവേ, ഇത് ശിക്ഷാർഹമാണ് കേട്ടോ, ഈ തെറ്റ്, ഇത് കുറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാട് കടത്തുകയുണ്ടായത്. നാട് കടത്തിയപ്പോ എന്നാ അങ്ങനെയാ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിനൊരു ഇതില്ല. അനുസരണശീലം നല്ലോണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയി. ശശാദൻ കാട്ടില്, അവിടെയും ഒരു പക്ഷേ രാജാവാണ്, കാട് ഭരിച്ചു എന്നാ പറയണത്, അത്രയ്ക്കേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ ഇക്ഷ്വാകു മരിച്ചു കഴിഞ്ഞപ്പോഴോ തിരിച്ചു വന്ന് രാജാവ് ആവുകയും ചെയ്തു. അപ്പോഴോ മുയലിനെ തിന്നവൻ ശശാദൻ എന്നുള്ള പേര് കാട്ടിലും കിട്ടി. ഇവിടെ വന്നിട്ട് ശാസദീജെ നന്നായിട്ട് തന്നെ ഭരിക്കുകയും ചെയ്തേ. അപ്പോഴോ എങ്ങനെയാ ഈ യജ്ഞാദികളെ കൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കുക, അതേപോലെ പ്രജകളെ കൊണ്ട്
ഈ അമ്മയെ ഭജിപ്പിക്കുക. ഇത് രണ്ടും ചെയ്തപ്പോൾ ഭരണം നന്നായി. അതുകൊണ്ട് ശാസദീജ്. അപ്പൊ അതുകൊണ്ടും ശശാദൻ, രണ്ടർത്ഥത്തിലും വികുക്ഷി എല്ലാവരാലും അറിയപ്പെട്ടു. അതിന്റെ പുണ്യം കിട്ടി. അദ്ദേഹത്തിന്റെ മകൻ അധികേമന. 3 നാമങ്ങൾ അദ്ദേഹത്തിന്റെ കർമ്മത്തിലൂടെ കിട്ടി എന്നാണ്. കകുൽസ്ഥൻ എന്നാണ് ആ ഉണ്ണിയുടെ പേര്. കകുൽസ്ഥൻ, ഇന്ദ്രവാഹൻ, പുരഞ്ജയൻ. അതെങ്ങനെയാ വെച്ചാൽ ഒരു ദേവാസുര യുദ്ധ സമയത്ത് ഇവർക്ക് തോൽവി സംഭവിക്കുന്നു. അപ്പൊ വിഷ്ണു പറഞ്ഞു, ഇത് ശശാദന്റെ മകനെ കൊണ്ടുവന്നോളൂ, എന്നാൽ കാര്യം വേഗം നടക്കും. അങ്ങനെ പോയിട്ട് കൂട്ടി കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞ് ദേവന്മാർ ഇന്ദ്രനൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നു. ആ സ്വീകരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. അങ്ങ് വരണം എന്ന് പറഞ്ഞു. ഞാൻ യുദ്ധം ചെയ്യാൻ വരികയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ദ്രൻ തന്നെ എന്നെ വഹിക്കുകയാണെച്ചാൽ ഞാൻ യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ജാള്യത തോന്നി ഇത്ര ഇന്ദ്രനെ. അപ്പൊ ദേവന്മാര് പറഞ്ഞു അത് വേണ്ട, അത് ജാള്യത ഒന്നും തോന്നണ്ട, ഇപ്പൊ കാര്യം നടക്കണച്ചാൽ ഇത് ചെയ്യന്നെ വേണം തോന്നുന്നു. അപ്പൊ കാളയായിട്ട് യുദ്ധത്തിനൊപ്പം നിന്നു എന്നാണ്. ഇദ്ദേഹത്തിനെ വഹിച്ചു. അപ്പൊ അതുകൊണ്ട് ആ യുദ്ധം നന്നായിട്ട് ജയിച്ചു. ആ പുരത്തെ ജയിച്ചു. ഇന്ദ്രനെ തിരിച്ചു കൊടുത്തു. ഇതുകൊണ്ട് കകുത്തിൽ ഇരുന്നിട്ടാണ് അത്ര ആ യുദ്ധം ചെയ്തത്. കൂഞ്ഞ എന്ന് പറയുമ്പോൾ മറ്റേ കഴുത്തിന്റെ തൊട്ട് പിൻഭാഗമായിട്ട് കാളയുടെ മുതുകത്ത് ഒരു മുഴയുണ്ട്. ആ മുഴയുടെ മുകളിൽ ഇരുന്നിട്ടാ അത്രേ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് കകുത്തിൽ ഇരുന്നത് കൊണ്ട് കകുൽസ്ഥൻ എന്ന് പേര്. അതേപോലെ ഇന്ദ്രനാൽ വഹിക്കപ്പെട്ടത് കൊണ്ട് ഇന്ദ്രവാഹൻ എന്ന പേര്. പുരത്തെ ജയിച്ചത് കൊണ്ട് പുരഞ്ജയൻ എന്ന പേര്. ഇന്ദ്രോവാഹ കൃതോയേന തേന നാംന ഇന്ദ്രവാഹക പുരം ജിതം തു ദൈത്യാനാം തേനാഭൂത് ച പുരം ജയ. ഇങ്ങനെ 3 പേര് ഒരു കർമ്മം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ്. നല്ല കർമ്മം ചെയ്താൽ ഉറപ്പാണ് കർമ്മത്തിന് ഫലമുണ്ട്. അതിൻ്റെ ആ വംശം കകുൽസ്ഥന്മാരുടെ വംശം കാകുൽസ്ഥന്മാര് എന്ന് അനുഭവപ്പെട്ടു എന്നാൽ അങ്ങനെയാണ് പ്രശസ്തി കിട്ടിയത്. കാകുൽസ്ഥലീല എന്നൊക്കെ നമ്മൾ പറയണില്ലേ, അത് ശ്രീരാമൻ കാകുൽസ്ഥനാണേ. അപ്പൊ അത്രയും പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടി. പിന്നെ ആ വംശത്തെയാണ് കുറെ പറയുന്നത്. അതിലൊരു പൃഥു എന്ന രാജാവ് വിഷ്ണു വംശമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ശക്തിഭക്തനായിരുന്നു. ഇവരൊക്കെ എല്ലാവരും ശക്തിഭക്തന്മാരനെയാണ്. അങ്ങനെ ചന്ദ്രൻ, യുവനാശൻ, പിന്നെ ശാവന്തി പട്ടണം ഉണ്ടാക്കിയുള്ള ശാവന്തൻ, അതുപോലെ ധുന്ധു എന്നുള്ള ഒരു അസുരനെ കൊന്നതായ ഒരു രാജാവ് ധുന്ധുമാരൻ എന്ന് പേരുണ്ടായി. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കുവലയാശൻ എന്നാ. ഇങ്ങനെ മഹാകേമന്മാരായിട്ടാണ് അതിൽ ധാരാളം രാജാക്കന്മാരുണ്ടായത്. അതിൽ യൗവനാശൻ എന്നുള്ള രാജാവ്, തൃശാശന്റെ പ്രസേനന്റെ പുത്രനായിട്ട് യൗവനാശൻ എന്ന രാജാവ്, അദ്ദേഹം പ്രസവിച്ചു എന്നാ. അപ്പൊ എന്താ അത് അങ്ങനെ ഒരു കഥ ഉണ്ടായി. അപ്പൊ ആ കഥയെ വിസ്തരിച്ച് പറയാണ്. യൗവനാശൻ നല്ല രാജാവാണ്, ശക്തിഭക്തനാണ്. പക്ഷേ ബാക്കിയല്ലാണ്ട് കുട്ടികളില്ല. അതൊരു വല്ലാത്ത ദുഃഖമായി തീർന്നു. 100 ഭാര്യമാരൊക്കെ ഉണ്ടേനി. എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹം വനത്തിൽ പോയി. ഈ വനത്തിൽ പോയപ്പോൾ സങ്കടം സ്വതേ മുഖത്ത് അത് കാണൂലോ. അത് ഋഷിമാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ എന്തോ ഒരു വിഷമമുണ്ടല്ലോ. നമ്മൾ വിചാരിച്ച ഒരു പക്ഷേ ഈ ദുഃഖം തീർക്കാൻ പറ്റും, ചോദിക്കുക എന്ന് ചോദിച്ചു. എന്താ അങ്ങേക്ക് ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ചു. അദ്ദേഹം സത്യം പറഞ്ഞു. 3 തരത്തിലുള്ള ദുഃഖങ്ങളല്ലേ വരിക: ദാരിദ്ര്യം, അനപത്യത, രോഗം. 3ഉം ദാരിദ്ര്യം എന്നുള്ള ദുഃഖം ഭൗതികം കൊണ്ടുവരുന്നതാ. അതേപോലെ അനപത്യത എന്നുള്ളത് ആദി ദൈവികം കൊണ്ടുവരുന്നതാ. അതേപോലെ രോഗം എന്നുള്ളത് സ്വയംകൃതാനർത്ഥം ആത്മികം കൊണ്ടുവരുന്നതാ. ദേവന്മാർ എന്നിൽ പ്രസാദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചെയ്യുന്നത് ശരിയാവായിട്ടാണോ? നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു യാഗം എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തുമോ? എനിക്കൊരു സന്താനത്തെ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അങ്ങേ പോലെയുള്ളവർക്ക് ഇത് ചെയ്തു തരാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാഗാധികാരങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനനുസരിച്ച് പൂജ എന്തൊക്കെയാ വേണ്ട വെച്ചാൽ ഇപ്പോൾ കലശത്തില് വെള്ളമൊക്കെ നിറച്ച് മന്ത്രഭൂതമായിട്ടുള്ള ആവാഹന കാര്യങ്ങളെല്ലാം നടത്തി അതിന് തേജസ് നൽകി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പൂജ ഉണ്ടായത്. ഇപ്പൊ യാഗം കഴിയാറായിരുന്നു. ആ കഴിയാറായ സമയത്ത് ഒരു ദിവസം രാത്രി എന്നുവെച്ചാൽ കഴിയാറായിരുന്നു കേട്ടോ. ആ സമയത്താണ് രാത്രി വല്ലാത്തൊരു ദാഹം ഈ രാജാവിന് അനുഭവപ്പെടുക. അതാണ് ഈശ്വരഗതി, അങ്ങനെയാണ്. എന്താ ഈശ്വര ലീല ആർക്കും അറിയില്ല. അമ്മയുടെ ഒരു ലീല തന്നെ പറയാനുള്ളൂ. ദാഹത്തിന് നോക്കുമ്പോൾ എല്ലാവരും നല്ല ഉറക്കം. ആരോടാ ചോദിക്കണമെന്ന് വെച്ചാൽ അവിടുന്ന് നടന്നു വന്നപ്പോൾ ഈ കലശത്തില് മന്ത്രഭൂതമായിട്ടുള്ള ഈ ജലം ഇരിക്കുന്നത് കണ്ടു. അതെടുത്ത് കുടിച്ചു. അദ്ദേഹം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. രാവിലെ നീട്ടു നോക്കിയപ്പോഴാ ഋഷിമാർ വെള്ളം എവിടെ? ജലം കാണാമല്ലോ, കലശം അങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ചോദ്യം അദ്ദേഹത്തിന്റെ അടുത്ത് എത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാത്രി കുടിച്ചു. ഞങ്ങൾക്ക് തോന്നിയിട്ടോ, അതായത് ഇത് ഞങ്ങൾ ജാതകം വായിച്ചു പത്നിമാരുടെയും അങ്ങയുടെയും. ഈ പത്നിമാർക്കൊന്നും സ്തന്യം കൊടുക്കാനുള്ള അർഹതയില്ല, പക്ഷെ അങ്ങക്ക് സന്താനം ഉണ്ടാവാനുള്ള യോഗമുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാ അമ്മ അതിനെ ലീലയാ ചെയ്യാ എന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഇനി അങ്ങ് ഗർഭം ധരിച്ചോളൂ കേട്ടോ, സമയമായാലൊക്കെ നേരെയാവും എന്ന് പറഞ്ഞ് അവർ അനുഗ്രഹിച്ചു പോയി. അങ്ങനെ ആ സമയം വന്നു. അപ്പോൾ പ്രസവിക്കാൻ നിവൃത്തിയില്ല.
വസിഷ്ഠൻ തന്നെ ആ യൗവനാശന്റെ ഇടത് ഭാഗം, വയറിന്റെ ഇടത് ഭാഗം കീറിയിട്ട് കല്ലോണ്ട് അത്ര കീറിയത്, ആ ഉണ്ണിയെ പുറത്തെടുത്തു. ഇപ്പൊ നോക്കുമ്പോൾ പാലില്ല, കുടിക്കാൻ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ ഇന്ദ്രനാണ് അവിടെ ഈ യാഗം ചെയ്ത് ഇന്ദ്രനെ ദേവതയാക്കിക്കൊണ്ടാണ് യാഗം നടത്തിയത്. കാകുൽസ്ഥനായതുകൊണ്ടാണ് ഇന്ദ്രനെ മറ്റേ ദേവതയായിട്ട് ചെയ്തതേ. അപ്പൊ ഇന്ദ്രൻ തന്നെ വന്നു, ഈ അമൃതിൽ വരല് മുക്കിയിട്ട് ഇത് കുടിച്ചോളൂ കേട്ടോ മാംധാത എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നാ ഈ ഉണ്ണിയുടെ പേര് മാന്ധാതാവ് തന്നെ ആയിക്കോട്ടെ. അതിഗംഭീര നല്ല ഭരണം നടത്തി. അതേപോലെ എല്ലാവരെ കൊണ്ടും ധാരാളം ഈശ്വര ഭജനം, അമ്മയെ ഭജിക്കുക എന്ന് ചെയ്യിച്ചു. താനും അതേപോലെ തന്നെ 1008 ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ധാരാളം യാഗങ്ങളെ, അത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല, ഇത്രയും കൂടുതൽ യാഗങ്ങളെ ചെയ്തുകൊണ്ട് അമ്മയുടെ പ്രീതി നേടി. അങ്ങനെയുള്ള മാന്ധാതാവ്, ആ മാന്ധാതാവിന്റെ 50 പുത്രിമാരെ സൗഭരി വേളി കഴിച്ചത്, ആ സൗഭരിയുടെ ദാമ്പത്യം കണ്ട് ഈ മാന്ധാതാവിന് കുറച്ച് ലജ്ജ തോന്നിയത്, അതൊക്കെ ഭാഗവത്തിൽ വേറെ ഒരു കഥയായിട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാരം എന്താ വെച്ചാൽ, ഈ അമ്മയുടെ ലീലകള് അത് എങ്ങനെയാ ആരൊക്കെ മനസ്സിലാവുക, ബ്രാഹ്മണന്റെ ആ ചൈതന്യം അല്ലെങ്കിൽ ബ്രാഹ്മണ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാ എത്രയാ ആർക്കും പറയാൻ നിർത്തിയില്ല. ഈ മാന്ധാതാവിന് പോലും ബ്രാഹ്മണരെ ഇത്രത്തോളം ബഹുമാനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അമ്മയെ ഇത്രയും ഭക്തിയോട് കൂടിയിട്ട് മറ്റേ പ്രസാദിപ്പിച്ചതായിട്ടുള്ള ആ മാന്ധാതാവും ബ്രാഹ്മണ ഭക്തനായിരുന്നു എന്ന് പ്രത്യേകം അവിടെ കാണിക്കുകയാണ്. അദ്ദേഹം ഭരണത്തില് ആ നാട്ടിൽ എവിടെ ഒരു കള്ളന്മാരുണ്ടായിരുന്നില്ല. എന്താ, ശാസന അങ്ങനെയായിരുന്നു. ത്രസദസ്യോ എന്ന അദ്ദേഹത്തിനൊരു പേരും വീണു എന്നാണ്. അദ്ദേഹത്തിന്റെ പത്നിയാണ് ബിന്ദുമതി, ശശബിന്ദുവിന്റെ പുത്രിയായിട്ടുള്ള ബിന്ദുമതി. അതേപോലെ അദ്ദേഹത്തിന് 2 പുത്രന്മാര്, പുരുകുൽസൻ, മുചുകുന്ദൻ. ആ മുചുകുന്ദൻ അതേപോലെ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുചുകുന്ദ മുക്തിയൊക്കെ ശ്രീകൃഷ്ണ നേടിയത് നമ്മൾ ഭാഗവതത്തിൽ കാണാം. ഈ പുരുകുൽസന്റെ വംശമാണ് പിന്നീട് ഇവിടെ ഈ ഭാഗവതത്തിൽ പറയണത്. അതില് അരണ്യൻ, ബൃഹദശ്വൻ, അതില് ഈ ഹര്യശന്റെ ത്രിധന്വാവിന്റെ പുത്രനായിട്ട് അരുണൻ എന്ന ഒരു നല്ല രാജാവ് ജനിച്ചു എന്നാണ്. സാത്വികനായിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുക, അങ്ങനെയുള്ള ഭാവത്തിലുള്ള അരുണൻ. അദ്ദേഹത്തിന്റെ ഒരു മകൻ, അത് സത്യവ്രതൻ എന്നൊക്കെ പേരിട്ടു. വ്രതം മാത്രമേ സത്യമുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി മോശ. സോഭൂത് ഇച്ഛാചര കാമി മന്ദ ആത്മാ ഹി അതിലോലുപ. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം, സത്യവ്രതന്റെ ഒരു സ്വഭാവം പറഞ്ഞിരിക്കുക. അതായത് കാമി എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും അതും വേണം ഇതും വേണം, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ഒരു കീഴിൽ വല്ലാത്തൊരു, അത് വലിയ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി എന്നൊക്കെ പറയും. അപ്പൊ ഈ അതിൽ ആദ്യത്തെ ഭാവമാണ് കാമം. കാമത്തിന് അടിപ്പെട്ട പിന്നെ രക്ഷ എളുപ്പമല്ല. മാത്രമല്ല മന്ദാത്മാ, ബുദ്ധിയില്ല. ഇനി അതുമല്ല വിഷയലോരൂപ, എത്ര കിട്ടിയാലും ഭോഗിച്ചാലും പോരാ, എത്ര ഉണ്ടാലും പോരാ, ഇങ്ങനൊരു ഭാവത്തിലാണ്. ഒട്ടും ബുദ്ധിയില്ല, ഈ വിഷയലോരൂപതയും ഇച്ഛാചന തോന്നിവാസം ചെയ്യുന്ന രീതിയിൽ. പക്ഷേ സത്യവ്രതനാണ്, കുറച്ച് ഭാഗ്യമുണ്ട്. അത് എന്താ, എങ്ങനെയാ ഭാഗ്യം കിട്ടിയെന്ന് ചോദിച്ചാൽ വെച്ചാൽ, കുറച്ച് മുത്തശ്ശൻ്റെ ആണോ കിട്ടിയത്, അതോ ഇനി ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണോ എന്തായാലും. അപ്പൊ അതിനൊരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്, ഈ ഒരു ബ്രാഹ്മണനും ആ ബ്രാഹ്മണ കുമാരനും കുമാരിയും കൂടിയിട്ട് കല്യാണം കഴിക്കുന്ന രംഗം. അപ്പൊ അവിടെ കന്യക എന്നുള്ളത് നിശ്ചയം കഴിഞ്ഞു. അപ്പൊ വധുവായി. ആ സമയത്ത് ഈ പാണിഗ്രഹണവും സപ്തപതിയും രാജഹോമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ആ സമയത്ത് ഈ കുമാരിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭ്രമം വന്നു, കാമം വന്നു. കാമമോഹിതനായിക്കൊണ്ട് തന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. എന്നാ ഈ മറ്റേ ബ്രാഹ്മണ ബാലന്റെ അവസ്ഥ ചിന്തിക്കണ്ടേ, ചിന്തിച്ചില്ല. ഇത് ബ്രാഹ്മണന്മാർക്ക്, മറ്റുള്ള എല്ലാവർക്കും വലിയ വിഷമായി. രാജാവിനോട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോ നടപടി എടുക്കാണ്ടിരിക്കാൻ നിവർത്തിയില്ല. പുത്രനായാലും ശരി അവിടെ നടപടി എടുക്കും പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, അതായത് നീ ഇപ്പൊ ചെയ്തത് നിന്റെ പേരിന്റെ അത് ഒരു ഗുണം ഉണ്ടായിരുന്നു, അതും കൂടി നീ നഷ്ടപ്പെടുത്തിയില്ലേ. വൃഥാ നാമകൃതം തേ ദുഷ്ടകർമ്മണ, അതൊന്നും പറ്റില്ല. അപ്പോ നിനക്ക് ശിക്ഷയുണ്ട്, നാട്ടിൽ നിന്ന് പോയിക്കോളൂ, കാട്ടിലേക്ക് പോയിക്കോളൂ. അപ്പ ചോദിച്ചു, ഈ ബുദ്ധിയില്ലാത്തതുകൊണ്ട് തന്നെയാണ്, ഞാൻ എവിടെയാ പോവുക, ആ അച്ഛന്റെ വാക്കിനെ അനുസരിക്കുകയാണ് വേണ്ടതേ, അത് ചെയ്തില്ല. എന്നിട്ടോ നിഷേധം പറഞ്ഞു. അപ്പൊ നീ ചണ്ടാളന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് താമസിച്ചോളൂ. അപ്പൊ എന്താ, ഈ 3 കുറ്റായി എന്നാ. ദ്വിജധാര അപഹരണം, പിതൃനിഷേധം, ചണ്ടാല കർമ്മങ്ങളുമായി. ഇപ്പൊ എന്താ, ഈ 3 ദോഷത്തൊക്കെ ഈ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനൊന്നും പിന്നെ അവിടുന്ന് രക്ഷപ്പെടില്ല. എങ്ങനെയാ, എളുപ്പമല്ല. അപ്പോ വാസിഷ്ഠൻ സ്വതേ നല്ല ഗുരു അല്ലേ, ജ്ഞാനമുള്ളയാളല്ലേ, എന്തുകൊണ്ട് ഞാൻ കല്യാണം കഴിയാൻ്റെ മുന്നല്ലേ ഈ കുട്ടിയെ മറ്റേ കൊണ്ടുവന്നത്, അങ്ങനെ പതിവുണ്ടല്ലോ
അനുലോമജൻ പ്രതിലോമജൻ ഇങ്ങനെയൊക്കെ സന്താനങ്ങളും ധാരാളം ഉണ്ടാവാറുണ്ട്. ഞാൻ അത്ര വലിയൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു ന്യായം സ്വയമേവ കണ്ടുപിടിച്ചു സത്യവ്രതനെ. അപ്പോൾ വസിഷ്ഠനോട് ലേശാധികം ദേഷ്യം ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങി. എന്തായാലും ഈ സമയത്ത് അരുണനെ കുറച്ചൊരു പ്രയാസം തോന്നി. അപ്പോൾ പുത്രാർത്ഥം തപസ് ചെയ്തു എന്നാ. അങ്ങനെ കുറച്ചു കാലം ഒരു 10-12 കൊല്ലം അരുണൻ അച്ഛൻ മകന് വേണ്ടിയിട്ട് നേരെയാവട്ടെ വിചാരിച്ചിട്ടേ ആ സമയത്ത് തന്നെയാണ് ഈ കൗശികനും വിശ്വാമിത്രനും തപസ്സിന് പോയത്. രണ്ടുപേരും തപസ്സിലാ. എന്തിനു പറയണു? കാലദോഷാണോ, രാജാക്കന്മാരുടെ പ്രശ്നമാണോ, അമ്മയുടെ അനിഷ്ടം സംഭവിച്ചാണോ, ബ്രാഹ്മണ മറ്റേ വിരോധമാണോ അറിയില്ല. മഴ ഉണ്ടായില്ല, ക്ഷാമം, സർവത്ര ക്ഷാമം, ആഹാരമില്ല, മഴയില്ല, മറ്റേ സസ്യങ്ങളൊക്കെ മറ്റേ പൂക്കാതെയായി ഉണങ്ങിപ്പോയി, ഒന്നുമില്ലാണ്ട് എങ്ങനെയാ കഴിച്ചു കൂട്ടണം വെച്ചില്ലാണ്ട്. ഈ സമയത്ത് വിശ്വാമിത്രന്റെ ഭാര്യ 3 കുട്ടികളുണ്ട്. അവരുടെ ഒരു ചെറിയ ദുഃഖത്തെയാണ് ആദ്യം കാണിക്കുന്നത്. കുട്ടികളൊക്കെ ചോറ് തരണേന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാനില്ല. പലതും ഉണ്ട്, സസ്യജന്യമായിട്ടുള്ള പലതും കൊടുത്തു. പക്ഷെ ഒന്നും പിന്നെ കിട്ടാണ്ടായി. 12 വർഷം വേണ്ടേ എങ്ങനെയാ കിട്ടുക? അപ്പോൾ ചില സൂത്രവഴികളൊക്കെ ഉണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, ഈ പട്ടിണി കിടന്നുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് എന്തായാലും മുക്തിയില്ല. അതിന് മറ്റേ രക്ഷിതാക്കളെന്നോ അല്ലെങ്കിൽ രാജാവായാലും വേണ്ടില്ല, അച്ഛനമ്മമാരായാലും വേണ്ടില്ല, അവർക്കും മുക്തി കിട്ടില്ല. നാടിനും കേടാണ്. പട്ടിണി മരണം വളരെ ദയനീയമാണ്. അതിൻ്റെ ഒരു മുക്തി കിട്ടാത്തൊരവസ്ഥ വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ അമ്മ സ്വയമേവ അങ്ങനെ തീരുമാനിച്ചു. കാരണം ഭർത്താവില്ല, രാജാവും ഇല്ല, അനാഥയാണ്. തീരുമാനിച്ചു. എന്താ തീരുമാനിച്ച്? ഒരു ഉണ്ണിയെ വിൽക്കാം. അപ്പോ 3 ഉണ്ണികളാ. അവിടെയും ഈ പ്രശ്നമുണ്ട്. മൂത്ത ഉണ്ണി പിണ്ടാധികാരിയാണ്, ജ്ഞാതിബന്ധു എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് ആ മൂത്ത ഉണ്ണിയെ വിൽക്കാൻ നിവർത്തിയില്ല. ഒടുക്കത്തെ ആള് അമ്മയ്ക്ക് ലാളിക്കാനുള്ള ആളാ, അതുകൊണ്ട് അതും വിൽക്കാൻ നിവർത്തിയില്ല. അപ്പൊ നടുക്കിലത്തെ മധ്യമനെ മറ്റേ വിൽക്കാൻ തീരുമാനിച്ചു. 3 മക്കളാണ്, ശുനപുച്ഛൻ, ശുനോലാങ്കുലൻ, ശുനശേപൻ, ഇങ്ങനെയാണ്. അപ്പൊ അതില് ഒരാളെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ചിട്ട് ഈ സത്യവ്രതം കണ്ടു. എവിടേക്കാ അങ്ങനെ കൊണ്ടുപോകണേ ചോദിച്ചു. എങ്ങനെ വിൽക്കാനാണ്, ആഹാരം വഴിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ സഹായിച്ചോളാം കേട്ടോ, അമ്മ ഒട്ടും പരിഭ്രമിക്കണ്ട, എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഉണ്ണിയെ വിൽക്കണ്ട, സംശയമില്ല. അപ്പൊ ഒരു ദീനസേവ ചെയ്യാൻ ഈ സത്യവ്രതന് ഒരു തോന്നൽ, അതാണ് ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കുറച്ച് പുണ്യം കിട്ടാതിരിക്കില്ലല്ലോ, എല്ലാം കൂടി ഒരാൾക്ക് നെഗറ്റീവ് അങ്ങനെ വയ്യ. മാത്രമല്ല കുട്ടികൾക്കുള്ള ആഹാരം എല്ലാ ദിവസവും ആ വീടിൻ്റെ അടുത്ത് ഒരു മരത്തിന്റെ മുകളിൽ കെട്ടി തൂക്കി കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും മാംസാഹാരമേ കിട്ടുകയുള്ളൂ, വേറെ ഒന്നുമില്ല, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ മറ്റേ കൊണ്ടോയ മറ്റേ കഴുത്തിന് ദർഭപുല്ലൊക്കെ കെട്ടിയിട്ട് അത്രേ ഉണ്ണി വിൽക്കാൻ കൊണ്ടുപോകണതേ. അപ്പൊ ആ കഴുത്തിലെ കയറൊക്കെ കെട്ടിയപ്പോൾ ഇയാളെ ഗാലവൻ എന്നറിയപ്പെട്ടു നടുക്കലത്തെ ഉണ്ണി. ഏതായാലും അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അരുണൻ തപസ്സിന് പോയ സമയത്ത് ഭരിക്കുന്നത് വസിഷ്ഠനാ. വസിഷ്ഠനോടുള്ള ദേഷ്യാച്ച അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഒന്നും കിട്ടിയില്ല അത്രേ. അതെന്താ ഇങ്ങനെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വസിഷ്ഠന്റെ നന്ദിനി പശു കൊണ്ട് കാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെ പിടിച്ചാട് കൊന്നു, എന്നിട്ട് ആഹാരമാക്കി താനും ഭുജിച്ചു. ഈ വിശ്വാമിത്രന്റെ പത്നിമാർക്കും കൊടുത്തു. വിശ്വാമിത്രന്റെ പത്നിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവിടെ ആഹാരം കൊടുത്തു. അവരത് മാനിന്റെ മാംസാന്നൊക്കെ വിചാരിച്ച് അത് ഭക്ഷിക്കുകയും ചെയ്തു. പക്ഷെ വസിഷ്ഠൻ അറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ശുണ്ഠിയാ പറയണ വെച്ചാൽ വല്ലാത്ത ശുണ്ഠിയായി. അതെന്തായാലും ശാപമായിട്ട് പുറത്തു വന്നു. എങ്ങനെയാ ശപിച്ചത്? ഏവം തേ ശങ്കവ ക്രൂര പതന്തു ത്വരിതാശ്രയ ഗോവധാത് ദാരഹരണാത് പിതുക്രോധാത് തഥാ പൃശം. നീ ഇപ്പോ ചെയ്ത തെറ്റുകളൊക്കെ ബ്രഹ്മഹത്യ. ഗോഹത്യ ആയാലും ശരി, അന്യന്റെ ഭാര്യയെ അപഹരിക്കായാലും ശരി, അതേപോലെ അച്ഛൻ്റെയോ ഗുരുവിൻ്റെയോ ഭക്തൻ്റെയോ ഒക്കെ കോപം, അത് പിതാവിന്റെ കോപം എന്നാണ് പറഞ്ഞു തന്നെയുള്ളൂ. ഇത് 3 നിനക്ക് തലയിൽ തന്നെ വ്രണായിട്ടോ അല്ലെങ്കിൽ മുഴയായിട്ടോ, ശംഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയാണ്, അപ്പോൾ അത് മറ്റേ മുഴയായിട്ടാണ് വരിക. ആ 3 മുഴകളായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ പേരില് എല്ലാവരും നിന്നെ അറിയും ചെയ്യും, നിനക്ക് ഇങ്ങനെ ഒരു പ്രശസ്തി ഉണ്ടാവും ഭൂമിയിൽ എന്നെല്ലാം പറഞ്ഞ് ആ ത്രിശങ്കു ആവട്ടെ എന്ന് പറഞ്ഞു. ഇത് ശാപം കിട്ടിയപ്പോഴേ വല്ലാത്തൊരു മനസ്താപം വന്നു. ഓ, ഞാൻ ഇങ്ങനെ ആയില്ലോ, പരമ്പരയ്ക്ക് ഞാനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പൊ തൊട്ടിട്ട് അമ്മയെ നല്ലോണം ഭജിച്ചു എന്നാ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. ഈ നവാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ട് സത്യവ്രത കാലം കഴിച്ചു കൂട്ടുകയാണ്. ഇപ്പൊ അങ്ങനെ വേദാദി എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അങ്ങനെ ബ്രാഹ്മണന്മാരോട് ചോദിച്ചു, എനിക്ക് വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യോ, വസിഷ്ഠൻ ഇങ്ങനെ ശപിച്ചിട്ടുണ്ട്,
അപ്പൊ അവര് പറഞ്ഞു, നീ ഇപ്പൊ ചണ്ടാളനാണ്, ചണ്ടാളനായത് കൊണ്ട് ഞങ്ങളാർക്കും സഹായിക്കാൻ പറ്റില്ല. അപ്പോ കുറെ കഴിഞ്ഞപ്പോഴേ മടുത്തു. അപ്പൊ എന്നാ കണക്കാക്കി, ഈ ദേഹമാണല്ലോ ഈ പ്രശ്നം, എന്നാ ഈ ദേഹത്തിനെ ഹവിസാക്കിക്കൊണ്ട് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ആത്മനിവേദനം, മറ്റേ ദേഹവും വേണം മനസ്സും വേണമല്ലോ. അപ്പോ ഈ ഹോമകുണ്ഡം സ്വയമേ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ശരീരത്തെ ഹവിസായിട്ട് അമ്മയെ സ്മരിച്ചുകൊണ്ട് സ്മൃത്വാം ദേവീം മഹാമായാം ചിതാം പ്രജ്വലിതാം പുര, ഒരു ഒരു ഹോമകുണ്ടാണ്ട് കൂട്ടി അതിലാണ്ട് ചാടാൻ വേണ്ടിയിട്ട് നിന്നപ്പോളേ അമ്മ, അമ്മയ്ക്ക് സഹിച്ചില്ല, അമ്മയുടെ പുത്രനാണ്. ഈ പരമ്പര അങ്ങനെയാണ് നിൽക്കുന്നത്, അമ്മയുടെ ഭക്തന്മാരാണ്. അതുകൊണ്ട് ജ്ഞാത്വാ ഭഗവതി തം തു മർത്തുകാമം മഹീപതിം ആജഗാമ തദാകാശം പ്രത്യക്ഷം തസ്യ ചാഗ്രത. അമ്മ ആ ഉണ്ണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? എന്താ ഇപ്പൊ മരിക്കാണ്ടായ കാരണം? മരിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അനുഗ്രഹിക്കാം. എന്താ എന്താ ഉണ്ണിക്ക് വേണ്ടത്? ഇനിയും രാജാവായിട്ട് ജീവിക്കാതല്ലേ വേണ്ടത്? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഏതായാലും മന്ത്രിമാർ ഇവിടെ വരും. അച്ഛൻ വനവാസത്തിന് പോവുകയായി, അതുകൊണ്ട് അച്ഛനെ രക്ഷിക്കാൻ ഉണ്ണിയല്ലേ വേണ്ടത്, ഉണ്ണി അങ്ങോട്ട് പോയിക്കോളൂ, രാജാവായിക്കോളൂ എന്നെല്ലാം പറഞ്ഞു അനുഗ്രഹിച്ചു. ഇങ്ങനെ അതേപോലെ തന്നെ അമ്മ പറഞ്ഞു, ഈ കാത്തിരുന്നു, ഇവർ വന്നു. ഈ വിഷയങ്ങളൊക്കെ നാരദൻ അവിടെ ചെന്നിട്ട് അമ്മയെ കണ്ടതും സത്യവ്രതന്റെ ഈ ഭാവങ്ങളെല്ലാം കൂടിയിട്ട് നാരദൻ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അരുണൻ ഇത് കേട്ടതോട് കൂടിയിട്ട്, ഓ, ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഒരു ഉണ്ണിയല്ലേ കാട്ടിലേക്ക് ആക്കിയത്, ഇത്ര ഭക്തി ഉണ്ടോ ഈ ഉണ്ണിക്ക്, എനിക്ക് മനസ്സിലായില്ലല്ലോ. അമ്മയെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചില്ലേ, എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഞാൻ ഭക്തനാണെന്ന് ആൾക്കാർ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ആ ഉണ്ണിയോടുള്ള സ്നേഹം കുറച്ച് അധികം കൂടി. വേഗം മന്ത്രിമാരെ വിളിച്ചു. ആ ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവരും, കഥകളൊക്കെ കേട്ടില്ലേ, ഈ രാജാവിനെ മറ്റേ ഈ ഉണ്ണിയല്ലേ രാജാവായിട്ട് വരേണ്ടത്, നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലൂ എന്ന് പറഞ്ഞു. ആ സത്യവ്രതനെ കൂട്ടി കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവരുന്നു. പുത്രസ്നേഹം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും, അച്ഛൻ എന്നുള്ള സ്നേഹവും പുത്രൻ എന്നുള്ള സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അതിനുശേഷം അതിപ്രസിദ്ധമായിട്ടുള്ള അരുണോപദേശം എന്നുള്ള ഒരു രംഗത്തിലേക്കാണ്. ഈ കുറച്ച് മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞല്ലോ സത്യവ്രതൻ. അപ്പൊ അതുകൊണ്ട് ആ അച്ഛൻ ഈ ഉണ്ണിയോട് ആദ്യമേ തന്നെ ഒരു ഇരുത്തം വന്നോട്ടെ എന്ന് വിചാരിച്ച്, രാജതന്ത്രങ്ങൾ കുറേയുണ്ട്, സനാതന ധർമ്മങ്ങൾ കുറേയുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഉപദേശം നടത്തുകയാണ്. പറഞ്ഞു, പുത്ര ധർമ്മേ മതി കാര്യമനീയ മുഖോദ്ഭവ മാനനീയ മുഖോദ്ഭവ. ആദ്യം പറഞ്ഞത് എന്താണ്? ഈ ധർമ്മബുദ്ധി വേണം കേട്ടോ ഉണ്ണി, ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെ സേവിക്കണം കേട്ടോ, അവരുടെ പ്രീതി നേടണം കേട്ടോ. രണ്ട് കാര്യമാണ്, തപസ്, ശുദ്ധി, ദയ, സത്യം, അത് എന്നും പാലിക്കപ്പെടണം. അതേപോലെ ബ്രാഹ്മണരുടെ ഈ അനുഗ്രഹവും എന്നും നേടണം. ന്യായധനം മാത്രമേ സ്വീകരിക്കാവൂ. പ്രജകളെ പുത്രന്മാരായിട്ട് കണ്ടുകൊണ്ട് രക്ഷിക്കണം. ഒരു തരത്തിലും അസത്യം പറയരുത്. അതേപോലെ ഈ ന അമാർഗെ ഗമനം കൊച്ചത്, ചീത്ത കാര്യങ്ങളിൽ പ്രവേശിക്കുകയേ അരുത്, ഒരു തെറ്റും ചെയ്യരുത്. മാത്രമല്ല ഈ ബ്രാഹ്മണരെ തുടങ്ങിയുള്ള ഭക്തന്മാരെ തുടങ്ങിയുള്ള പലരും നല്ല നല്ല കാര്യങ്ങൾ പറയും, അതിനെ കേട്ട് അനുസരിക്കുക തന്നെ വേണം. അതേപോലെ തപസ്വികളായിട്ടുള്ള ഋഷികൾ, അവരെ പലതരത്തിൽപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരും അവരിങ്ങോട്ടും ചെയ്യും, അത് ചോദിച്ചും പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കണം. അതേപോലെ ക്രൂരന്മാരായിട്ടുള്ള ശത്രുക്കളാണെന്ന് കൂട്ടുക, ദയ വേണ്ട, അവിടെ അവരെ വധിക്കുക തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ കാരാഗ്രഹത്തിലിടാം, എന്നാലും ശരി. അതേപോലെ ഈ യാഗാദി കാര്യങ്ങളെല്ലാം ധാരാളമായിട്ട് ചെയ്യണം. എന്നും എപ്പോഴും എങ്ങനെ ചെയ്യണം? കർമ്മനിരതനായിക്കൊണ്ട്, ശതധൃതിയായിട്ട് ധൃതവ്രതനായിക്കൊണ്ട്, കർത്തവ്യനിരതനായിക്കൊണ്ട് എപ്പോഴും ഈ മറ്റേ രക്ഷിക്കുക എന്നും ക്ഷാത്രധർമ്മത്തെ ചെയ്തുകൊണ്ട് ഇരിക്കണം. പിന്നെ സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതം, സമാശ്രയം, ഇങ്ങനെയുള്ള ക്ഷാത്ര കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാവരും സൂചനയായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ അന്യരുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന ആരായാലും ശരി, അയാളെ ലവലേശം സ്വീകരിക്കണ്ട കേട്ടോ. അതിനു വേണ്ടിയിട്ട് ചാരന്മാരെ നിർത്തണം. 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചാരന്മാരുണ്ട്. ഈ 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചാരന്മാരെ ഒരേപോലെ സ്വീകരിക്കണം കേട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ അനുവദിച്ചു. അതിനുശേഷം ഉപദേശിച്ചു. പിന്നീട് ഇതിപ്പോ എന്താ സംഭവിച്ചേ? ശ്രോതാക്കൾക്ക് കേൾക്കാനുണ്ടോ? കേൾക്കാണ്ട്. അതെയോ, ആയിക്കോട്ടെ. എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് സാരില്ല എന്ന് വിചാരിക്കണം, എനിക്കറിയില്ല. ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ.
ഞാൻ കണ്ടിന്യൂ ചെയ്യാം, ഞാൻ ഇപ്പോൾ മൊബൈൽ തൊടുന്നില്ല. നാരായണ 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 നാരായണ. ആ ഭഗവതി പ്രീതി അത് നിർബന്ധമായിട്ടും നേടണം. യഷ്ടവ്യം വെച്ചാൽ യാഗാദി കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ അമ്മയുടെ ഈ പ്രീതി നല്ലോണം നേടണം കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അതേപോലെ ചീത്ത കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റേ ദ്യൂതം, പാനം, സ്ത്രീയസൂനം, അതേപോലെ ഈ സപ്തവ്യസനങ്ങൾ എന്ന് അത് ക്ഷത്രിയന്മാർക്ക് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഈ ദ്യൂതം, പാനം, സ്ത്രീയസൂന, ഒപ്പം വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, നായാട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ അവനവൻ്റെ ഈ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം. ബ്രാഹ്മയ മുഹൂർത്തെ ഉത്ഥായ അങ്ങനെ വേണ്ടേ. മൂന്നാമത്തെ യാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേൽക്കണം. രണ്ടാമത്തെ യാമം കഴിഞ്ഞ മൂന്നാമത്തെ യാമം കഴിഞ്ഞ് നാലാമത്തെ യാമത്തിൽ എഴുന്നേൽക്കുക തൊട്ടുള്ള ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യണം. ഭക്തിയോട് കൂടിയിട്ട് പൂജ ചെയ്യണം. പിന്നെ ഒരു തവണ ഈ ഭഗവതിയുടെ പാദം കഴുകിയ ആ തീർത്ഥം നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ പിന്നീട് ഒരു പുനർജന്മം പോലും ഇല്ല. ഇത് അറിഞ്ഞുകൊണ്ട് ആശ്രയിക്കുകയാണ്, അമ്മയെ ആശ്രയിക്കുകയാണ് വേണ്ടത്. എപ്പോഴും ആ മഹാദേവിയുടെ സംതൃപ്തി നേടാൻ വേണ്ടിയിട്ടത് അതെന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യണം. വേദം വിരിച്ചത് എന്തോ അതുതന്നെയാണ് സ്വീകരിക്കേണ്ടത്, അതുതന്നെയാണ് ചെയ്യേണ്ടത്. ബ്രാഹ്മണന്മാരെ, പശുക്കളെ, ഭൂമിയെ, അതേപോലെ ഈ സമ്പത്തുകൾ പലതരത്തിലുണ്ട്. ഇപ്പൊ ആഹാരാദി അത് സമ്പത്താണ്. വേണ്ടത് എങ്ങനെയാണോ പ്രജകൾക്ക് കിട്ടേണ്ടത് അത് സംരക്ഷിച്ചുകൊണ്ട് രാജാവിൻ്റെ കർത്തവ്യം നിറവേറ്റണം കേട്ടോ. അതേപോലെ ധർമ്മം പരിപാലിക്കണം. ഭൂമിദേവന്മാരായിട്ടുള്ള, അതായത് ഭൂമിയുടെ ഈശ്വരന്മാരാണ് ബ്രാഹ്മണര്. അവരോട് ചോദിച്ചിട്ടേ വേണ്ടത് ചെയ്യാവൂ കേട്ടോ. കാരണം ക്ഷത്രിയര് ബ്രാഹ്മണരുടെ താഴെയാണ്. അപ്പം അതുകൊണ്ട് അനുവാദം വാങ്ങിയിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ദണ്ഡനീതി തന്നെ നടപ്പാക്കിക്കോളൂ. ഈ സ്വീകരിക്കുന്നതായിട്ടുള്ള ധനം ഉണ്ടല്ലോ അത് ന്യായമായിട്ട് മാത്രമേ സ്വീകരിക്കാവൂ. അതല്ലെങ്കിൽ എന്ത് വരും? ഭണ്ഡാരം പോഷിപ്പിക്കുമ്പോൾ പാപമായിട്ട് വരും. ജനങ്ങളും പാപം ചെയ്യാൻ പാടില്ല. അപ്പൊ ജനങ്ങളുടെ പാപം 1/6 നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ പുണ്യമാണെങ്കിൽ അതിന്റെ 1/6 കിട്ടും. അപ്പൊ ധനം മാത്രമല്ല, ഈ 1/6 കിട്ടുക എല്ലാം കിട്ടും. അതുകൊണ്ട് അത് മനസ്സിലെത്തി ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ആവാന്ന് പറഞ്ഞു. ഈ രാജാവിന്റെ ഉപദേശമൊക്കെ തൽക്കാലം നിർത്തി ത്രിശങ്കു ഭരണം ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അഭിഷേകത്തിന് വേണ്ട ഈ ചതുസിന്ധു എന്നൊക്കെ പറയാമെങ്കിൽ മറ്റേ 4 സമുദ്രത്തിന് വെള്ളം കൊണ്ട് അങ്ങനെ ഹോതാക്കളെ കൊണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണരെ കൊണ്ട് വേണ്ട വിധി പ്രകാരം രാജാവായിട്ട് അഭിഷേകം ചെയ്യുക എന്ന കർമ്മം അതെല്ലാം ചെയ്യിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ അരുണൻ തൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് വനത്തിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ത്രിശങ്കു രാജാവായിട്ട് മാറി. അമ്മയാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഈ ദേഹം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രീതി നേടി. അതേപോലെ തന്നെ വസിഷ്ഠനും ഒരാലോക്യമില്ല, ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു വിദ്വേഷം അങ്ങനെ ലെവലേശല്ല. അങ്ങനെ നന്നായിട്ട് ഭരിക്കുന്ന സമയത്ത് ഈ ഹരിശ്ചന്ദ്രൻ എന്ന പുത്രൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഹരിശ്ചന്ദ്രന്റെ പ്രത്യേകത എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സർവലക്ഷണ സമ്പന്നനായിട്ടാണ്. ഈ മറ്റേ കൈകളിലെ ലക്ഷണമുണ്ട്, കാലിലെ ലക്ഷണമുണ്ട്, മുഖത്തെ ലക്ഷണമുണ്ട്, അതിനൊക്കെ പ്രത്യേകമായിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. അപ്പോൾ സ്വതേ ഒരു നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ വസിഷ്ഠനെ വിളിച്ച് പറഞ്ഞു, ഈ സത്യവ്രതനെ, എനിക്ക് ഉടലോടെ സ്വർഗത്ത് പോകണം എന്നൊരാഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. മരണഭയം കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു ലേശം ഒലച്ചിൽ തട്ടിയോ സംശയം. എനിക്ക് വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യോ? എന്തിനു വേണ്ടിയിട്ടാ അറിയോ? അപ്സരസുകളുടെ കൂടെ മറ്റേ ഒപ്പം കഴിയാനാ, സ്വർഗത്തിലേക്ക് പോകാനേ. സ്വർഗത്തില് പലതും ഉണ്ടല്ലോ, ഗന്ധർവ പാട്ടുണ്ട്, നന്ദനവനുണ്ട്, അതിലേക്കൊക്കെ പോകാനാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞോട് കൂടിയിട്ട് ഇനി വസിഷ്ഠന് ഇത്രയേ ഉള്ളൂ എന്നില്ല. ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടാണല്ലോ ഉണ്ണി തന്നെ രാജാവായിട്ട് പുരോഹിതനായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അത് മനസ്സിലാക്കാതെ? എന്നാലും ശരി, ഉപദേശിച്ചു എന്നാണ്. അതായത് യജ്ഞം ചെയ്തോളൂ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അത് ഉറപ്പ്, ഞാൻ ഏറ്റു, അത് മതി. അതിലപ്പുറമായാൽ അത് അത്ര ശരിയാവില്ല കേട്ടോ. നല്ല വാക്കുകളെ കൊണ്ടാ പറഞ്ഞതേ. പക്ഷെ എന്താ ചെയ്യാ, വിനാശകാലേ വിപരീത ബുദ്ധി. ഇദ്ദേഹം ഈ സത്യവ്രതം വിചാരിച്ചെന്താ, പണ്ട് കുറച്ച് വൈരമുണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്യാണോ എന്ന് വിചാരിച്ചു. പറഞ്ഞു എന്താണ്, അന്യം പുരോഹിതം കൃത്വ യക്ഷേഹം. ഇതാണ് പറഞ്ഞതോട് കൂടിയിട്ടേ ശുണ്ഠി നിന്നില്ല കേട്ടോ. ആ വസിഷ്ഠൻ പറഞ്ഞു, പണ്ടത്തെ ശാപം കൊടുത്തിലല്ല കേട്ടോ, കുറച്ച് കടുപ്പത്തിലാണ് ആ ശാപം കൊടുത്തത്. ഒരേ വാക്കാണെങ്കിലും. എന്താ ശപിച്ചത്? നിനക്ക് സ്വർഗം കിട്ടില്ല, നീ ചണ്ടാളനായി തീരട്ടെ. ഈ 3
ശങ്കുക്കളും ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ ആ ബ്രഹ്മഹത്യാ പാപം മുഴുവൻ നിന്നില് വരട്ടെ. ഇന്നത്തെ സ്വർഗഗതി പാപ മൃതസ്യാപി കഥഞ്ജന, മരിച്ചാൽ പോലും നിനക്ക് ഇനി സ്വർഗം കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് ശപിച്ചപ്പോഴേ എല്ലാ സമയത്തുള്ള ശാപം ഒരുപോലെയല്ല, എല്ലാ സമയത്തുള്ള അനുഗ്രഹവും ഒരുപോലെയല്ല. അപ്പൊ ഈ ശാപം കിട്ടിയതോട് കൂടിയിട്ട് ആ ധരിച്ചിരുന്നതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ കല്ലായി, അതേപോലെ വസ്ത്രങ്ങളൊക്കെ നിറം മാറി എന്നാണ്. ഈ കഥയാണ് പറഞ്ഞോട് കൂടിയിട്ട് ജനമേജയനോട് ഈ വ്യാസൻ പറയാണ്. ഇത് പറഞ്ഞപ്പോ വ്യാസന് ഉള്ളിൽ കൊണ്ടേ അദ്ദേഹം പറഞ്ഞു, ജനമേജയ, ശക്തി ഉപാസകരെ ഒരു കാരണവശാലും സംശയിക്കരുത്, നിന്ദിക്കരുത്, അപ്രീതി നേടരുത്. തസ്മാത് ശ്രീ ശക്തി ഭക്തോ ഹി നാവമാന്യ കഥാചന ഗായത്രി ജപനിഷ്ഠോ ഹി വസിഷ്ഠോ മുനി സത്തമ. അതെ, വസിഷ്ഠൻ ശക്തിഭക്തനാണ്, മാത്രമല്ല ഗായത്രി ജപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒരു കാരണവശാലും ഈ ജനമേജയ ഞാൻ പ്രത്യേകം പറയാണ്, ശക്തിഭക്തനെ ആരെങ്കിലും എന്തെങ്കിലും നിന്ദ ചെയ്തു വെച്ചാലേ അതിന്റെ ശാപം അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞില്ലേ, മഹാദേവന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അപ്പൊ അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടതോട് കൂടിയിട്ട് ഈ സത്യവ്രതന് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം നേരെ കാട്ടിലേക്കാ പോയി. ഹരിശ്ചന്ദ്രൻ അതിലേറെ വിഷമായി. എങ്ങനെയാന്നിപ്പോ ഇത് പരിഹരിക്കാൻ നിശ്ചലാണ്ടേ. കാട്ടിലെത്തിയപ്പോ സത്യവ്രതൻ തീരുമാനിച്ചു, എന്നാ മരിച്ചാലോ, വെള്ളത്തിൽ ചാടിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ മരിച്ചാലോ, ജീവൻ ഇങ്ങനെ കളഞ്ഞാലോ. അപ്പൊ ഒരു നിയമം എന്താണ്? ആത്മഹത്യ ഭവേന്നൂനം പുനർജന്മനി ജന്മനി ശുഭജത്വം ച ശാപശ്ച ഹത്യാദോഷാത് ഭവേദപി. ഇപ്പൊ എന്താ ഉണ്ടാവുക? ഒരു തവണ ആത്മഹത്യ ചെയ്താല് പിന്നത്തെ ജന്മം മുതല് എല്ലാ ജന്മത്തിലും ഈ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഇത്രേ വഴി. അതിന് മോചനം നേടാൻ വളരെ ഞെരുക്ക. അപ്പൊ അതുകൊണ്ട് അത് വയ്യ, അത് ഉറപ്പ്. ഞാൻ മുക്തി ആഗ്രഹിച്ചിട്ടാണല്ലോ ചിലതൊക്കെ ചെയ്തത്. എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും അത് ഇപ്പൊ ഗുണമായിട്ട് വന്നില്ലല്ലോ. പിന്നെ നല്ലോണം ഒന്ന് ചിന്തിച്ചു. അപ്പോഴാ മനസ്സിലായത്, പ്രാരബ്ധ കർമ്മണാം ഭോഗാത് അന്യഥാ നാക്ഷയോ ഭവേത്. ഈ ശരീരം കിട്ടിയത് എന്തിനാ? ഇത് പഞ്ചഭൂതങ്ങളാ നിർമ്മിതാണ്. അത് ഈ പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണം, ഇല്ലെങ്കിലോ മുക്തി കിട്ടില്ല. അപ്പോ ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്താലോ പിന്നെ ഒരു കാലത്തും മുക്തി കിട്ടില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല എന്ന് ഉറപ്പിച്ചു. വേഗം തന്നെ അതൊരു അമ്മയുടെ അനുഗ്രഹം. പിന്നെ ഇനി ഞാൻ അമ്മയെ അല്ലാതെ കണ്ട്, അമ്മയെ ഭജിക്കൽ എന്നല്ലാതെ കണ്ട് മറ്റൊരു പ്രവൃത്തിയും ചെയ്യില്ല. അപ്പൊ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അമ്മയെ തന്നെ ആശ്രയിച്ചു കൊണ്ട് ആ കാട്ടിൽ അങ്ങനെ ഗംഗാതീരത്ത് എന്നും ഗംഗയിൽ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ താമസിച്ചു. ഹരിശ്ചന്ദ്രൻ എന്ത് ചെയ്തു? ഈ ദുഃഖം ഉണ്ടല്ലോ, അച്ഛനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരൂ മന്ത്രിമാരെ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു കരച്ചിലോട് കൂടിയിട്ടാ ഇവിടെ കാട്ടിലെത്തിയ മന്ത്രിമാര് ഈ സത്യവ്രതനെ കണ്ടു. അപ്പോ വരൂ എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, അതെ നിങ്ങൾ പോയിക്കോളൂ, ഹരിശ്ചന്ദ്രനെ നിങ്ങളെല്ലാരും കൂടിയിട്ട് രാജാവാക്കൂ, അദ്ദേഹത്തിനെ വേണ്ട പോലെ ഉപദേശിച്ചുകൊണ്ടും അതേപോലെ നല്ല രീതിയിൽ ഭരിക്കാനും സഹായിക്കൂ. എനിക്ക് എൻ്റെ അച്ഛൻ ഉപദേശം തന്നതായിട്ടുള്ള ഞാൻ ഇതാ ഒരു ശ്ലോകം കൊണ്ടാണ് ആ ഉപദേശം കൊടുത്തത്. ആഗമിഷ്യാമി അഹം പുത്ര കുരു രാജ്യം അതന്ത്രിത മാനയൻ ബ്രാഹ്മണാൻ ദേവാൻ യജൻ യജ്ഞൈഹി അനേകശ. ധാരാളം യാഗങ്ങളെ ചെയ്തുകൊണ്ട് ബ്രാഹ്മണ പ്രീതിയോട് കൂടിയിട്ട് നന്നായിട്ട് തന്നെ രാജ്യം ഭരിക്കൂ കേട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഇത് പറഞ്ഞാൽ മതി കേട്ടോ മകനോട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹരിശ്ചന്ദ്രനെ രാജാവാക്കിയിട്ട് ഈ വസിഷ്ഠനും കൂട്ടരും അഭിഷേകം തഥാ ചക്രുഹു ഹരിശ്ചന്ദ്രസ്യ മൂർധ്നിതേ. ആ അമ്മയുടെ ശക്തിഭക്തന്മാരാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ആ അർത്ഥത്തിൽ തന്നെ ആ രാജാവിനെ ഹരിശ്ചന്ദ്രനെ രാജാവാക്കി തീർത്തു. ത്രിശങ്കു പിന്നെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ത്രിശങ്കു അതേപോലെ തന്നെ അവിടെ നടന്നു. കാട്ടില് ഇങ്ങനെ അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ശക്തി ഭക്തൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരേ ഒരു ആശ്രയം എന്ന നിലയ്ക്ക് അമ്മയെ മാത്രം ആശ്രയിച്ച് നടക്കുക. ഈ സമയത്താണ് ഈ വിശ്വാമിത്ര മഹർഷി തപസ്സൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വരണത്. അപ്പോൾ നേരെ പത്നിയുടെ അടുത്തേക്ക് എത്തി. തമ്മിലുള്ള സംവാദം, സ്വീകരണം, കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാ പത്നി കുട്ടികളെ നോക്കിയത്, ആഹാരം എന്താ കിട്ടിയത്, ക്ഷാമകാലയിൽ ഉണ്ടായിരുന്നത്, ഞാൻ ഉണ്ടായിരുന്നത് എനിക്ക് അറിയാൻ പറ്റായിട്ടല്ല കേട്ടോ, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെയാ കഴിഞ്ഞുകൂടിയത്, എൻ്റെ കാര്യം കേൾക്കണോ? ഞാൻ ഭക്ഷണം കിട്ടാതെ കണ്ട് നല്ലോണം വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത് അറിയോ? ഞാനൊരു അർദ്ധരാത്രി ആരും കാണാതെ കണ്ട ഒരു ചണ്ടാല കുടിലാണ്, ചെറിയ കുടില, അതിൻ്റെ അകത്തേക്ക് കടന്നു. അവിടെ നായയുടെ മാംസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ടെടുത്തു. ഞാൻ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്നതാണ്, അതിൻ്റെ അടപ്പ്
അത് തുറന്നപ്പോ ശബ്ദം കേട്ടു. ഈ ചണ്ടാളൻ പറഞ്ഞു, ആരാ അവിടെ എന്നായി. അപ്പോ ഞാൻ സത്യം പറഞ്ഞു കേട്ടോ, ഞാൻ കള്ളനാണ്. എന്ത് കള്ളൻ? ആഹാരം കക്കാൻ വേണ്ടി വന്നതാ. അതിഥിയാണ് കേട്ടോ. ഞാൻ കള്ളനാണെച്ചാലും അതിഥിയാണ്. അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കണ്ട കേട്ടോ. ഞാൻ പത്നിയോട് പറയുകയാണേ, മറ്റേ മറ്റേ വിശ്വാമിത്രനെ, ഇങ്ങനെയൊക്കെ ഉണ്ടായി രാത്രി. ഞാൻ ആ ചണ്ടാളനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ചണ്ടാളൻ പറഞ്ഞു, അതെ, ഈ മാംസം തിന്നരുത് കേട്ടോ. ദുർലഭം ഖലു മാനുഷ്യം തത്രാപി ച ദ്വിജന്മത ദ്വിജത്തെ ബ്രാഹ്മണത്വം ച ദുർലഭം വേൽസിക്കും നഹി. മനുഷ്യജന്മം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്, ബ്രാഹ്മണനാവുക അതും ബ്രാഹ്മണ്യം നല്ലോണം നല്ല തപസ്യാണ്. അങ്ങനത്തെ ഒരാൾ പതിക്കരുത് കേട്ടോ, അങ്ങ് പതിക്കരുത്. മാത്രമല്ല ഈ മാംസം തിന്നാലേ എനിക്കും ഭ്രഷ്ടനാവേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യരുത് കേട്ടോ. എനിക്ക് ലോഭം കൊണ്ടല്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ആപദ്ധർമ്മം എന്നൊന്നുണ്ട്. എന്താ അത്? ഒരാള് പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ദോഷമല്ലേ. ഞാൻ ഇപ്പോ ബ്രാഹ്മണനാണ്, ഞാൻ മരിച്ചതിനേക്കാൾ കൂടുതലാട്ടോ ദോഷം. അതുകൊണ്ട് മരണാൽ ക്ഷുരിതസ്യാഥ നരകോ നാത്ര സംശയ തസ്മാൽ ക്ഷുതാപഹരണം കർത്തവ്യം ശുഭമിച്ഛത. അതുകൊണ്ട് അന്നദാനം മഹാദാനം, വേറെ ഒന്നും അതിന് പറയാല്ല. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതുണ്ടെങ്കിലല്ലേ പരോപകാരത്തിന് ചെയ്യാൻ സാധിക്കുള്ളൂ. പരോപകാരം ചെയ്താലല്ലേ അത് ധർമ്മമായിട്ട് വരിക. അതുകൊണ്ട് ഇത് കാരണക്കാരനായിട്ടുള്ള ഈ മഴ പെയ്യാതെ ഇങ്ങനെയൊക്കെ അതിന്റെ ശിക്ഷ ആർക്കാ കിട്ടുക അറിയോ? ചണ്ടാലിനോട് പറയാണ്, ഇന്ദ്രനാണ് ശിക്ഷ കിട്ടുക. ഇതങ്ങോട്ട് പറഞ്ഞതോട് കൂടിയിട്ട് ആ പർജന്യദേവനില്ലേ, മറ്റേ ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് ഇങ്ങനെ മഴ, മറ്റേ ഒന്നിച്ച് വെള്ളം വീണ അങ്ങനെ ഉണ്ടാവുക, അതുപോലത്തെ മഴ പെയ്യിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതെ, പത്നിയോട് പ്രിയേ എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തേ ഉണ്ടായത്? എങ്ങനെ ദിവസം തള്ളി നീക്കിയത്? എങ്ങനെ ആഹാരം കിട്ടിയത്? അപ്പോ ഇതൊക്കെ കേട്ടപ്പോ ആ പത്നി പറഞ്ഞു, ഞാനും കുറച്ച് ഭാഗ്യവതിയാണ്. കാരണം ഞാൻ ഇങ്ങനെ മകനെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചെന്നപ്പോൾ സത്യവ്രതൻ കണ്ടു. ആ സത്യവ്രതൻ എനിക്ക് ഇതാ ആഹാരങ്ങളൊക്കെ തന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസമൊക്കെ അതിനെ പിടിച്ചു നിന്നു. മറ്റേ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ധാന്യം കിട്ടിയില്ല, ഇലയില്ല, വേരില്ല, തൊലിയില്ല, മറ്റേ മഴ ഇല്ലാത്തതുകൊണ്ട് സസ്യങ്ങളൊക്കെ ഉണങ്ങി. അങ്ങനെയാണ് പുത്രനെ വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇദ്ദേഹം എന്നെ രക്ഷിച്ചു കേട്ടോ. അദ്ദേഹം ചെയ്ത ദീനസേവയില്ലേ, അതേപോലെ തന്നെ സ്ത്രീ സേവ, അതേപോലെ ഈ കുട്ടികളെ ആഹാരം കൊടുത്ത് സേവിക്കുക, അത് വലിയ പുണ്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലും ഇപ്പോൾ കാലക്കേട് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചണ്ടാളത്വം വന്നിട്ടുണ്ട്. അത് ഈ മഹർഷിയുടെ വസിഷ്ഠന്റെ ശാപം പോലെ ഉണ്ടായതാണ്. അങ്ങക്കിപ്പോൾ തപശക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ ഒന്ന് രക്ഷിച്ചുകൂടെ? എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ചണ്ടാളനുള്ള അല്ലാത്ത ഒരു ഭാവത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് രക്ഷിക്കണം. ആയിക്കോട്ടെ, ഞാൻ ശ്രമിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞു. വേഗം അതിനൊരു നിയമം പറഞ്ഞു, വിദ്യാ തപോബലേനാഹം കരിഷ്യേ ദുഃഖ സംശയം. ഇങ്ങനെ ആ സത്യവ്രതന്റെ ദുഃഖത്തെ ഞാൻ ഇല്ലാണ്ടാക്കിക്കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയി. കാട്ടിലേക്ക് ചെന്നപ്പോണ്ട് വിശ്വാമിത്രനും ഈ ത്രിശങ്കും കൂടിയിട്ടുള്ള കണ്ടുമുട്ടല്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുശല ചോദിക്കല്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ അങ്ങക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? അപ്പോൾ ഈ ത്രിശങ്കു പറഞ്ഞു, എനിക്ക് ഒരു യാഗം നടത്തി തരുമോ? എനിക്ക് സ്വർഗം കാണണം എന്ന് മോഹമുണ്ട്. ഈ ഉടലോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് കയറണം എന്നൊരു ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, ഞാൻ നോക്കാം. എന്തായാലും അങ്ങയുടെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ സാധിപ്പിക്കാം. പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു നോക്കി, അപ്പം ആരും വന്നില്ല. അപ്പം അതിനുള്ള കാരണവും മനസ്സിലായി. വസിഷ്ഠനോട് ചില പ്രശ്നങ്ങളുണ്ടല്ലോ, നിയമം അനുസരിച്ച് വസിഷ്ഠന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ തപസ്സിന്റെ ശക്തിയുണ്ട്, അമ്മയുടെ അനുഗ്രഹമുണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞു, അതെ, പശ്യമേ തപസസിദ്ധിം യഥാത്വാം സുരസദ്മനി പ്രാപയാമി മഹാരാജ വാഞ്ചിതം തേ കരോമ്യഹം. മാത്രമല്ല ഈ എൻ്റെ തപസ്സിന്റെ ശക്തി കണ്ടോളൂ, ഞാൻ അങ്ങേ സ്വർഗത്തിലേക്ക് എത്തിച്ചോളാം. മാത്രമല്ല ഇതുവരെ എൻ്റെ ഉള്ള പുണ്യമുണ്ടല്ലോ, ഈ പുണ്യം മുഴുവൻ ഞാൻ അങ്ങേക്ക് തരണു. ദതോ പുണ്യം തഥാ തസ്മൈ ഗായത്രി ജപ സംഭവം. ഗായത്രി നിർമ്മിച്ച മഹാനാണേ അദ്ദേഹം. അത് ആ ശക്തിയും കൂടി അങ്ങോട്ട് കൊടുത്തു. നേരെ സ്വർഗത്തിലേക്കാണ് പോവുകയാണ്, പക്ഷിയെ പോലെ പോവാന്ന. അപ്പോ ഇന്ദ്രൻ കണ്ടു, ഇതാ ഒരു കുശരീരി വരുന്നുണ്ട് കേട്ടോ എന്ന് ദേവന്മാർ ഇന്ദ്രനോട് പറഞ്ഞപ്പോ സത്യവ്രത അങ്ങനെ ചെല്ലുകയാണ്, ത്രിശങ്കുമായിട്ടാണ് ചെല്ലുന്നത്. തടുത്തു, താഴത്തേക്ക് ഇട്ടു. പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കെ വിളിച്ച് നിലവിളിച്ചു, വിശ്വാമിത്ര മഹർഷി ഇതാ എന്നെ താഴത്തേക്ക് മറ്റേ പറഞ്ഞയച്ചിരിക്കണു എന്ന് പറഞ്ഞു. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. ശക്തി കൊണ്ട്, തപശക്തി കൊണ്ട് അവിടെ നിർത്തി. വേഗം രണ്ടാമതൊരു സ്വർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. ഇന്ദ്രനെ സഹിച്ചില്ല. ഇന്ദ്രൻ വേഗം താഴത്തേക്ക് വന്നു. എന്താ മഹർഷി ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഇതൊക്കെ ലോകരീതിക്ക് എതിരല്ലേ വരിക? എന്നാൽ അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ
അപ്പൊ വിശ്വാമിത്രന്റെ ഈ തപശക്തി കൊണ്ട് പേടിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഒരു കൃപ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ധൈര്യത്തിൽ എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ദിവ്യം ദേഹം നൃപം കൃത്വ, വേഗം തന്നെ ആ ഇന്ദ്രൻ ഒരു ദിവ്യമായിട്ടൊരു ദേവലോകത്തേക്ക് കടക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചുള്ള ദേഹത്തെ കൊടുത്തുകൊണ്ട്, കാരണം അവിടെ ഒന്നും പാടില്ല, അങ്ങനെയുണ്ട്, ഒരു ദുശ്ചിന്ത പാടില്ല, ദുസ്സഹമായിട്ടുള്ള ഒന്നും പാടില്ല. അപ്പോൾ ആ ദേഹത്തെ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് കയറ്റുകയും ചെയ്തു. ഇങ്ങനെ ആ സത്യവ്രതന്റെ മുക്രിയെ പറഞ്ഞു. അതിനുശേഷം ഹരിശ്ചന്ദ്രന്റെ കഥയാണ് പിന്നെ പറയുന്നത്. ഹരിശ്ചന്ദ്രൻ ഇവിടെ രാജാവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക, ശൈബ്യാണ് അത്രേ ചന്ദ്രിക. ഏതായാലും അനവധി പത്നിമാരുണ്ട്, പക്ഷേ കുട്ടികളില്ല. അനവധ്യത വീണ്ടും ബാധിക്കുകയാണ്. എന്താ ചെയ്യുക? അപ്പോൾ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉപായം കാണണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇന്ദ്രനെയാണ് ഇവിടെ ഭജിച്ചത്, എന്നിട്ടാണ് സന്താനം ഉണ്ടായത്. ഇത്തവണ പറഞ്ഞു അങ്ങനെയല്ല, വരുണനെ മതി നമുക്ക് നോക്കുക. അപ്പോൾ അവിടെ എല്ലാ ഗ്രന്ഥത്തിലും ഉണ്ട് ഈ സന്താനത്തിനുള്ള ചില മന്ത്രങ്ങളുണ്ടാവും, അതേപോലെ കല്യാണം നടക്കാനുള്ള ചില മന്ത്രങ്ങളുണ്ടാവും, സുഖം കിട്ടാനുള്ള ചില മന്ത്രങ്ങളുണ്ടാവും. ഇവിടെയും ചില നിയമങ്ങളെയൊക്കെ പറയുന്നുണ്ട്. വസിഷ്ഠൻ പറഞ്ഞു, അവനവൻ കുറുന്തോട്ടി പറിക്കും വേണം, നാരായണൻ ജപിക്കും വേണം, ഇങ്ങനെയാണ് നിയമം. താൻ പാതി ദൈവം പാതിയാ. അതിന് ചില നിയമങ്ങൾ, ദൈവം പുരുഷകാരഹാച്ച, രണ്ടും വേണം. രണ്ടും ഇല്ലാതെ കണ്ട് കാര്യം നടക്കില്ല. ഉദ്യമേന വിനാ കാര്യസിദ്ധി സംജായതേ കഥം, അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് പ്രയത്നിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, ഞാൻ ഇപ്പോ യാഗം ചെയ്യല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങ് വരുണനെ തപസ് ചെയ്യൂ, ദുശ്ചരം തപ. ഇത് കേട്ടതോട് കൂടിയിട്ട് ആ ചചാര ദുശ്ചരം തപ, നന്നായിട്ട് തന്നെ തപസ് ചെയ്തു ഈ ഹരിശ്ചന്ദ്രൻ വരുണനെ. ഒപ്പം യാഗം ചെയ്തിട്ടുണ്ടാവായിരിക്കാം കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ശരി, വരുണൻ സന്തോഷത്തോട് കൂടിയിട്ട് പ്രത്യക്ഷനായി. പ്രചേത ദൃഷ്ടി ഗോചര, നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോ എന്താ വരം വേണ്ട ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, അനപത്യോസ്മി ദേവേശ പുത്രം ദേഹി സുഖപ്രദം ഋണത്രയ അപഹാരാർത്ഥമുദ്യമോയം മയാ കൃതം പന്ധ്യത്വേ പരമം ദുഃഖം അസഹ്യം ഭുവി മാനദ ശോകാഗ്നിശമനം നൃണാം തസ്മാത് ദേഹി സുതം ശുഭം. 42-ാമത്തെയും 47-ാമത്തെയും ശ്ലോകമാണ്. സന്താനത്തെ തരൂ, പന്ധ്യത്വം തീരട്ടെ എന്ന് പ്രകാരം പറഞ്ഞു. ആവശ്യപ്പെട്ടപ്പോൾ ശരി ഞാൻ തരുമൊക്കെ ചെയ്യാം, പക്ഷേ ആദ്യത്തെ ഉണ്ണി ഉണ്ടായാലേ ആ ഉണ്ണിയെ യജ്ഞപശുവായിട്ട് എനിക്ക് യാഗം ചെയ്യണം, പറ്റുമോ? ആയിക്കോട്ടെ, പന്ധ്യത്വം തീർന്നാൽ ഞാൻ ചെയ്തോളാം, വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിട്ടിയതായിട്ടുള്ള ഈ അനുഗ്രഹത്തെ കിട്ടിയത് ഈ ചന്ദ്രികയ്ക്കാണ്. ചന്ദ്രിക ഗർഭം ധരിച്ചു. അപ്പം അതിൽ ഒരു ഉണ്ണി ഉണ്ടായി. അപ്പം ആ ഗർഭം ഉണ്ടായ മുതൽ മറ്റേ ഈ ഷോഡശ മറ്റേ ഗർഭധാനം, പുംസവനം, സീമന്തം, ജാതകം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം 16 മറ്റേ സംസ്കാരം എന്നതിന് പറയാം. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ വസിഷ്ഠൻ ചെയ്യുകയും ചെയ്തു. കാരണം പലതും മുന്നിലേക്ക് കണ്ടിട്ടുണ്ടേ. ത്രികാലജ്ഞനാണ്. ആ ഉണ്ണി ഉണ്ടായി. അദ്ദേഹത്തിന് മറ്റേ രോഹിതാശൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഉണ്ണി അങ്ങോട്ട് ഉണ്ടായ സമയത്ത് തന്നെ വരണം വന്നു. അതെ, യാഗം ചെയ്യൂ. യാഗം ചെയ്യാൻ പറഞ്ഞപ്പോ എൻ്റെ ഗുരുവായൂരപ്പ എന്നുള്ള അമ്മയെ വിളിച്ചു. എൻ്റെ അമ്മേ, ഇപ്പൊ തന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ഉണ്ണി എങ്ങനെയാ വധിക്കുക? അത് പറ്റില്ല. നല്ലോണം സ്വീകരിച്ച് പൂജിച്ച് പറഞ്ഞു, വില പോണ്ടേ ദേവാ എന്ന് ചോദിച്ചു. 10 ദിവസം എൻ്റെ വില പോവും, പക്ഷേ 30 ദിവസം വേണം ഈ ഉണ്ണിയുടെ അമ്മയ്ക്ക് വില പോവാനേ. അത് കഴിഞ്ഞിട്ട് യാഗം ചെയ്താൽ പോരെ? ഓ മതി, വിരോധമില്ല. 30 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു വരണനെ, യാഗം ചെയ്യല്ലേ? അല്ല ദേവ, നല്ലോണം പൂജിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, പല്ല് വരിക, പല്ല് ഇങ്ങനെ തൊണ്ണൊന്ന് പൊട്ടണ്ടേ, എന്നിട്ട് വേണ്ടേ യാഗം ചെയ്യാൻ? ഓ എന്നായിക്കോട്ടെ. പിന്നെ പല്ല് വരിക, പല്ല് മറ്റേ തൊണ്ണ് പൊട്ടിയാൽ പോരാ, വന്ന പല്ല് പോകണം, പിന്നെ ആദ്യ പല്ല് വരണം എന്നൊക്കെ ഉണ്ട്. ഏതായാലും വീണ്ടും വന്നപ്പോൾ ഗർഭത്തിലുള്ള മുടി വെട്ടാണ്ട്, അത് 3 വയസ്സ് കഴിഞ്ഞിട്ടേ വെട്ടാൻ പറ്റൂ. ചൗളം കഴിയാതെ കണ്ട് യജ്ഞപശു വെക്കാൻ പറ്റുമോ? ഓ എന്നാൽ ശരി, ആയിക്കോട്ടെ, 3 കൊല്ലം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ചൗളം കഴിയട്ടെ. അപ്പോഴും വന്നു. പിന്നെ ഇനി വഞ്ചിച്ചാൽ ഞാൻ ശപിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 4ാമതും വന്നു. അപ്പോൾ പലതും പറഞ്ഞു. സമയം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ചൗളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉപനയനാണ് അടുത്തത് വരെ. ഉപനയനം കഴിഞ്ഞിട്ട് അയാൾ കുറച്ചും കൂടി നന്നെന്നാ എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എത്ര, 11 വയസ്സ് വരണ്ടേ? അപ്പൊ അത്രയും കാലം ലാളിക്കാൻ പറ്റുമല്ലോ. അപ്പൊ പറഞ്ഞു, ഇനി മാറ്റരുത്. ഇല്ല, മാറ്റുന്നില്ല. ഓം ശരി. വന്നു, വീണ്ടും വന്നു. സമാവർത്തനം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അതും കൂടി അങ്ങോട്ട് ക്ഷമിച്ചു വരുണൻ. എന്നിട്ട് പോയി. ഇപ്പൊ സമാവർത്തന സമയത്ത് വന്നപ്പോ പറഞ്ഞേ,
ഉണ്ണിയെ കാണാനില്ല. ഉണ്ണി എവിടേക്കാ പോയെന്ന് നിശ്ചയില്ല. ഉണ്ണി 10-11 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കി. അദ്ദേഹം രോഹിതാശ്വൻ കാട്ടിൽ പോയി. കാട്ടിൽ കയറിയിട്ട് ജീവൻ രക്ഷിക്കണല്ലോ എന്ന രീതിയിൽ ആരോടും പറയാതെ കണ്ട് മുങ്ങി. ഇദ്ദേഹം കുറെ ശ്രമിച്ചു കേട്ടോ, സൈന്യങ്ങളൊക്കെ വിട്ടിട്ട് കാണാൻ തെരഞ്ഞു, പക്ഷെ കണ്ടു കിട്ടിയില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമായി. ആ യാഗം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ചതിയാണല്ലോ ഉണ്ടായത്. ആവർത്തനം അനവധി ഉണ്ടായി. ചുണ്ടി കൂടി ഹരിശ്ചന്ദ്രനെ ശപിച്ചു. എന്താ ശപിച്ചത്? തസ്മാത് ജലോദരോ വ്യാധിസ്ത്വാം. അത് അതിദാരുണ എന്നാണ്, സഹിക്കാൻ പറ്റാത്ത മഹോദരം, ജലോദരം വരട്ടെ എന്ന് പ്രകാരം ശപിച്ചു. അതിഭയങ്കര വേദനയാണ്. ഈ വയറിങ്ങനെ വീർത്തിട്ട് അതിൽ നിറച്ച് വെള്ളം, ഒന്നും ചെയ്യാൻ മാർഗമില്ല. ഉണ്ണി ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ വരുന്നുണ്ട്, വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് തടുക്കുക. പോണ്ടാട്ടോ ഉണ്ണി, അതെ അച്ഛൻ വേഗം മരിക്കും, മരിച്ചാലേ ആ രാജ്യം അങ്ങേക്ക് ഭരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെയും കുറച്ച് മുത്തശ്ശന്റെ ഇത് കിട്ടിയെന്നാ തോന്നണേ. ഏതായാലും ഉണ്ണി വന്നില്ല. അങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞു അത്രേ. ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ വസിഷ്ഠ ചെയ്യേണ്ടത്? ഗുരു എന്ന് രക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വസിഷ്ഠൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഉണ്ണിയെ മറ്റേ വില കൊടുത്ത് വാങ്ങാം. ക്രീതപുത്രൻ, 13 തരത്തിലുള്ള പുത്രന്മാരുണ്ട്. ഇവിടെ ഇപ്പൊ പുത്ര ദശവിധ എന്നാ പറഞ്ഞു. എന്നാലും ശരി, ഒരു ഉണ്ണിയെ നമുക്ക് വില കൊടുത്ത് വാങ്ങാം. അപ്പൊ തന്നെ വിധിച്ചു, അതെ കാശ് നോക്കണ്ട കേട്ടോ, എത്ര കാശ് കൊടുത്താലും വേണ്ടില്ല, ഉണ്ണിയെ വാങ്ങാൻ, നമുക്ക് യാഗം ചെയ്യാം. അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ അജീകർത്ത് എന്ന പേരായിട്ട് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് ഇതുപോലെ മറ്റേ 3 പുത്രന്മാരുണ്ട്. ആ 3 പുത്രന്മാര് ശുനശേപൻ, ശുനപുച്ഛൻ, ശുനോലാങ്കുലൻ. അതില് ശുനശേപനെ മറ്റേ വിൽക്കാൻ തീരുമാനിച്ചു. കാരണം ആദ്യത്തെ പുത്രൻ മറ്റേ അച്ഛനുള്ളതാണ്, ജ്ഞാതി ബന്ധുവാണ്. മറ്റേ 3ാമത്തെ അമ്മയ്ക്ക് ലാളിക്കാനുള്ളതാണ്. നടുക്കലത്തെ പുത്രനെ കൊടുക്കാൻ തീരുമാനിച്ചു. വില ഉറപ്പിച്ചു. 100 പശുക്കൾക്ക് പകരമായിട്ട് കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും ഉണ്ണിയെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നു. രൂപത്തിൽ കെട്ടി യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ണിക്ക് എന്തൊരു കരച്ചിലാ ചോദിച്ചാൽ നിശ്ചയില്ല. എങ്ങനെയാ രക്ഷപ്പെടുത്തുക? ആരും രക്ഷപ്പെടുത്താല്ലേ. പക്ഷേ യാഗസമയത്ത് അത് ചെയ്യണ്ടേ? ഈ ഇതിന് വിധിക്കപ്പെട്ട ആളുകളുണ്ട്, അവരൊന്നും കൂട്ടാക്കിയില്ല. മറ്റു ബ്രാഹ്മണര് സദസ്യര് ഇവരോടൊക്കെ ചോദിച്ചു, ആരും കൂട്ടാക്കിയില്ല. ആ സമയത്ത് അജീകർത്തൻ വന്നിട്ട് നിന്ന് പറഞ്ഞു, ഈ ഉണ്ണിയെ ഞാൻ വധിക്കാം, പക്ഷെ എനിക്ക് ഇരട്ടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 200 പശുക്കളെയാണല്ലോ. തരാമെന്ന് പറയും ചെയ്തു. പിന്നെ കൊടുത്തത് 100 പശുവിനെ ആട്ടോ. പ്രത്യേകം പറയുന്നുണ്ട്, തമുവാച ദദാമി അദ്യ ഗവാം ശതം അനുത്തമം, അങ്ങനെയാ പറഞ്ഞിരിക്കണം. ഏതായാലും അവിടെയും കുറച്ചൊരു ലുബ്ധത കാണിച്ചോ സംശയം. ഏതായാലും ആ സമയത്ത് ജനങ്ങൾ മുഴുവൻ ഈ അജീകർത്തനെതിരെ, എന്തൊരു മഹാപാപിയ, അങ്ങയുടെ തന്നെ പുത്രനല്ലേ, അങ്ങയുടെ അംഗത്തിൽ നിന്ന് ഉണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്രുദ്ധരായി. പക്ഷെ അതെല്ലാം കേട്ടു എന്നല്ലാണ്ട് പിന്മാറിയില്ല. ആ സമയത്താണ് വിശ്വാമിത്രൻ അവിടെ എത്തുന്നത്. ആ വിശ്വാമിത്രൻ ഒരു നല്ല ഉപദേശം കൊടുക്കുകയാണ്. അതെ രാജാവേ, അങ്ങ് ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്. ദയാസമം നാസ്തി പുണ്യം. എല്ലാവരെയും ദയോട് കൂടിയിട്ടല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ രക്ഷിക്കേണ്ടത്, അതിനല്ലേ പുണ്യം. അതുപോലെ ഒരു പുണ്യം വേറെ ഇല്ല. പാപം ഹിംസാസമം നഹി, വേറെ ഈ ഹിംസ ചെയ്യുന്ന പോലെ ഒരു പാപം വേറെ ഇല്ല. ദയാ സർവഭൂതേഷു സന്തുഷ്ടോ, അങ്ങനെയാ വേണ്ടത്. ഇത് അങ്ങനെയല്ലല്ലോ അങ്ങ് ചെയ്യണത്. ആത്മവൽ സർവഭൂതേഷു ചിന്തനീയം. എന്താ ഇതൊന്നും അറിയാത്തത്? എല്ലാവരെയും ഇതുപോലെയല്ലേ കണക്കാക്കേണ്ടത്. അങ്ങ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ വല്ല വൈരമുണ്ടോ? പൂർവ്വജന്മകൃതം വൈരം അതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ഉപദേശമൊന്നും കേട്ടിട്ടും അദ്ദേഹം അതൊന്നും കൂട്ടാക്കിയില്ല. എന്താണ്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഇത് സഹിക്കാൻ വയ്യ എന്നെല്ലാം പറഞ്ഞു. ആ സമയത്ത് വിശ്വാമിത്രൻ ഇതിനെ എങ്ങനെയാ പരിഹരിക്കണം എന്ന് വെച്ചാൽ, അപ്പൊ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഈ ഉണ്ണിയെ ഒന്ന് രക്ഷിക്കണം. വേഗം ആ ഉണ്ണിയോട് പറഞ്ഞു, അതെ പ്ലുതസ്വരത്തില് വരുണനെ ആവാഹിച്ചോളൂ കേട്ടോ, വരുണമന്ത്രം ജപിച്ചോളൂ എന്ന് പറഞ്ഞു. വരുണമന്ത്രം ജപിച്ചു. ആ വരുണൻ പ്രത്യക്ഷമായി. അതേപോലെ ആ വരുണന്റെ ഈ സാന്നിധ്യം മറ്റേ ഹരിശ്ചന്ദ്രൻ നന്നായിട്ട് സ്തുതിച്ചു. വരുണൻ ഈ ഉണ്ണിയെ രക്ഷപ്പെടുത്തി. അതേപോലെ യാഗം മറ്റേ അതിന്റെ ഫലം എന്താ വേണ്ടത്? രോഗം മാറല്ലേ, രോഗം മറ്റേ മാറ്റിക്കൊടുത്തു. അങ്ങനെ ഈ അവിടെ ഒരു സന്തോഷഭാവം വന്നു കഴിഞ്ഞപ്പോൾ സർവം ശുഭകരം എന്നുള്ള രീതിയിലാവുന്നത്. അപ്പോൾ മറ്റേ ഈ ഉണ്ണി ചോദിച്ചു ശുനശേപനെ, ഞാൻ ഇപ്പൊ ആരുടെ മകനാ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു അജീകർത്തന്റെ മകൻ അല്ല. വാമദേവൻ പറഞ്ഞു അങ്ങനെയല്ല. അതിന്റെ നിയമവും പറഞ്ഞു. വസിഷ്ഠൻ പറയാണ്, അത് വിറ്റില്ലേ അജീകർത്തൻ അച്ഛനല്ലാണ്ടേ. അതേപോലെ തന്നെ ഹരിശ്ചന്ദ്രൻ രൂപത്തിൽ കെട്ടിയില്ലേ,
ഹരിശ്ചന്ദ്രനും അച്ഛനല്ല. അതേപോലെ വരുണൻ സ്തുതി കേട്ടിട്ടാണ് ആ ഉണ്ണിയെ ജീവൻ കൊടുത്ത് രക്ഷിച്ചതേ. അപ്പോ വരുണനുമല്ല, വിശ്വാമിത്രൻ അങ്ങനെയല്ല ചെയ്തത്. ഈ വരുണനെ സ്തുതിക്കാൻ വേണ്ടി ജീവരക്ഷാ മന്ത്രം കൊടുത്തില്ലേ, അപ്പോ അദ്ദേഹമാണ് അച്ഛൻ എന്ന് പറഞ്ഞു വിധിച്ചു. സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഉണ്ണിയെ കൊണ്ടുപോയി തൻ്റെ മകനായിട്ട് വളർത്തി എന്നാണ് പറഞ്ഞത്. അതേപോലെ എല്ലാവർക്കും ഈ ഒരു രംഗം അവിടെ താൽക്കാലികമായിട്ട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിച്ചാലും ഇത് സന്തോഷമായിട്ടാണല്ലോ സമാപിച്ചത്. അങ്ങനെ ഹരിശ്ചന്ദ്രൻ രാജ്യഭരണം നന്നായിട്ട് തന്നെ നടത്തുന്നു. അവിടെ അതിഗംഭീരമായിട്ട് ഒരു രാജസൂയ യാഗം ചെയ്യാണ്. ആ രാജസൂയ യാഗം ചെയ്തപ്പോൾ അത് ഇന്ദ്രൻ തൊട്ടുള്ള എല്ലാ ദേവന്മാർക്കും വളരെയധികം സ്വീകാര്യമായി. വസിഷ്ഠന് ആ യാഗത്തില് പ്രത്യേക പദവി അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ അടുത്ത് വെച്ചിട്ട് സംവദിക്കുന്ന നേരത്ത് വിശ്വാമിത്രൻ അവിടെ ഇന്ദ്രലോകത്ത് ചെന്നു. അപ്പൊ വസിഷ്ഠൻ പറയാണ്, ഈ ഹരിശ്ചന്ദ്രനോളം നല്ല ഒരു വ്യക്തി വേറെയില്ല, സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല, അങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറയാ. ഇതെല്ലാം കേട്ടു. അപ്പോ ഹരിശ്ചന്ദ്രന് വല്ലാത്ത എന്താണ് പറയാ കീർത്തിയാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. പക്ഷെ ഈ തെറ്റുകളൊക്കെ ചെയ്തില്ല, അത് മറന്നിട്ടല്ലേ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ പുണ്യം ഇതുവരെ ചെയ്തതൊക്കെ ഉണ്ടല്ലോ, ആ പുണ്യത്തെയൊക്കെ പണയം വെച്ചുകൊണ്ട് അങ്ങയോടുത്ത ഈ ഹരിശ്ചന്ദ്രൻ സത്യവാനല്ല എന്ന് ഞാൻ തെളിയിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വാദം വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അതേപോലെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ. രാജൻ നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യുവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നായാട്ട് സമയത്ത് ഈ ഹരിശ്ചന്ദ്രന്റെ അയോധ്യയില് യുവതി കരയുന്നത് കണ്ടപ്പോൾ എന്തിനാ കരയണ എന്ന വിശ്വാമിത്രൻ എനിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യണു, ഞാൻ അതുകൊണ്ടാ കരയണ എന്നെല്ലാം പറഞ്ഞു. അപ്പോ രാജാവ് ഈ വിശ്വാമിത്രന്റെ തപസ് മുടക്കിയെന്ന ഇതോട് കൂടിയിട്ട് വിശ്വാമിത്രന് ഒരു കാരണം കിട്ടി. എന്നാ ഇപ്പൊ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ വിടുകയാണ്. എന്നിട്ട് ആ ഉദ്യാനവും ഉപവനവും ഒക്കെ നശിപ്പിച്ച് സൈന്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ അസുരൻ പലതും അവിടെ ചെയ്തു. അപ്പോ രാജാവിനോട് ചെന്ന് പറഞ്ഞത്, ഒരു അസുരൻ ഇതെല്ലാം നശിപ്പിച്ചിരിക്കണു, എന്താ ഇങ്ങനെ വരണത് നിശ്ചല്യാട്ടോ. അപ്പോ രാജാവ് തന്നെ ചതുരംഗപ്പടയോട് കൂടിയിട്ട് വന്നു എന്നാ. അങ്ങനെ ആരാ മൈക്ക് ഓണാക്കിയിരിക്കുന്ന ശബ്ദം വരണം. ഈ അസുരൻ ഇതുപോലെ എല്ലാം നശിപ്പിക്കണോ എന്ന് പറഞ്ഞു. രാജാവ് ചതുരംഗ സേനയോട് കൂടിയിട്ട് വന്നു. അങ്ങനെ പന്നി ഓടറാ ഓട്ടം, പിന്നാലെ സൈന്യവും പോയി. പക്ഷെ സൈന്യങ്ങളൊക്കെ അവിടെ ഒപ്പം എത്തിയില്ല കേട്ടോ. ഈ രാജാവ് പന്നിയെ കിട്ടിയതുമില്ല. അങ്ങനെ ഒരു സരസിന്റെ അടുത്ത് എത്തി. ആ സരസിന്റെ അടുത്ത് ചെന്നപ്പോൾ ക്ഷീണം കൊണ്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ആ സമയത്ത് ക്ഷീണം തീർന്നു എന്നത്രേ ആയിട്ടുള്ളൂ. എവിടേക്കാ പോണ്ടേ, എങ്ങനെയാ തിരിച്ചു പോവുക, ഒന്നും അറിയാത്തൊരവസ്ഥയായി. കുതിരയ്ക്കും അതേപോലെ തന്നെ വെള്ളമൊക്കെ കൊടുത്തു. അപ്പോ വിശ്വാമിത്രൻ ഈ സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ വന്നു. ആ സമയത്ത്, എന്താ രാജാവേ, ആരും അങ്ങോട്ടും കൂടെ അറിയാത്ത രീതിയിൽ ഒരു ചെറിയ കളവ് അവിടെ വേഷഭൂഷാദികളിൽ ഒക്കെ വിശ്വാമിത്രൻ കാണിച്ചു. ബ്രാഹ്മണനോട് പറഞ്ഞു, വൃദ്ധ ബ്രാഹ്മണനാണല്ലോ, ഞാനിതാ ഇങ്ങനെ വന്നു, അയോധ്യാധിപതിയായിട്ടുള്ള ഹരിശ്ചന്ദ്രനാണ് ഞാൻ, രാജസൂയ യാഗം ചെയ്തയാളാണ്. ഈ ആർക്കാണോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അന്ന് ഞാനൊരു പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് നാട്ടിലെത്തിക്കോ എന്നെല്ലാം ചോദിച്ചു. അതൊക്കെ ഞാൻ ചെയ്തത്, അതിനൊന്നും കുഴപ്പമില്ല, അങ്ങേക്ക് പുറകെ എത്തിക്കല്ലേ വേണ്ടു, അങ്ങ് പോയി ദാനം ചെയ്യാൻ തയ്യാറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്? എൻ്റെ മകനുണ്ട് കല്യാണം കഴിക്കാറായിട്ട്, അപ്പൊ അതുകൊണ്ട് അതൊന്നും നടത്തി തരുമോ? ഓ, എന്താ സംശയം? അപ്പൊ എന്നാ അങ്ങോട്ട് പോവാ. കൊട്ടാരത്തേക്കൊന്നും വേണ്ട, ഇത് നല്ല സരസ, ഇവിടെ ദാനം ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പുണ്യം പ്രത്യേക അങ്ങനെയുണ്ട്. ഈ ആലുവൃക്ഷത്തിന്റെ, തുളസിയുടെ, ഒഴുകുന്ന നദിയുടെ, കടലിന്റെ തീർത്തൊക്കെ വെച്ച് ദാനം ചെയ്താൽ കൂടുതൽ ഫലമുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് ചെയ്തോളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ദാനം ചെയ്യാണ്ട് കുളിക്കാതെ പോയി കഴിഞ്ഞാൽ പാപമുണ്ട് അത്രേ, അങ്ങനെയാ ഞാൻ കേട്ടിറക്കണം കേട്ടോ. എന്നാ ഇപ്പൊ തന്നെ ആവാം. വേഗം കുളിച്ചു, ദാനം. അപ്പൊ എന്താ ഇതിനുള്ള ദാനം ചെയ്തതേ. അങ്ങനെ കല്യാണമൊക്കെ നടത്തി. അവിടെ എങ്ങനെയാ ഈ വധൂവരന്മാരെ മായ കൊണ്ടുണ്ടാക്കിയതാണ് വിശ്വാമിത്രനെ. ഏതായാലും ആ കല്യാണമൊക്കെ നടത്തി. അപ്പോ ഇപ്പൊ ഈ യാഗവേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ ദാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. എന്നാ ഈ യാഗവേദിയിൽ വെച്ചിട്ടേ എനിക്ക് ഒരു ദാനം ആവശ്യമുണ്ട്. എന്താ ദാനം വേണ്ടത്? അങ്ങ് പറഞ്ഞോളൂ, ഞാൻ തരാലോ. വിശ്വാമിത്രൻ ഈ കളവാണല്ലോ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ രാജാവിനെ കൊണ്ട് അസത്യം പറയിക്കുക എന്നുള്ള ലക്ഷ്യം. പറഞ്ഞു, രാജ്യം ദേഹി മഹാരാജ വരായ സപരിച്ഛദം ഗജാശ്വരഥ രത്നാഢ്യം വേദി മധ്യേ അതിപാവനെ. അതുകൊണ്ട് രാജ്യം, അതിലുള്ള സപരിച്ഛദം മുഴുവനായിട്ട്, ഒന്നും ബാക്കി വെക്കരുത് കേട്ടോ, എനിക്ക് മുഴുവൻ തരണം.
ആനയായാലും വേണ്ട, കുതിരയായാലും വേണ്ട, സൈന്യായാലും വേണ്ട, സ്വത്തായാലും വേണ്ട, ഭണ്ഡാരായാലും ഒക്കെ തരണം എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞോട് കൂടിയിട്ട് മോഹിക്കപ്പെട്ടിരിക്കുന്നു ഈ ഹരിചന്ദ്രനെ. ഓം തത്സൽ ദത്തം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഗൃഹീതം പറഞ്ഞ അപ്പ തന്നെ ഈ ബ്രാഹ്മണൻ, വൃദ്ധബ്രാഹ്മണനാണ് ഈ കൗശികൻ, സൂത്രത്തില് വാങ്ങി ഗൃഹീതം പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. അപ്പ തന്നെ പറഞ്ഞു ഉപരിദക്ഷിണാം ദേഹി. ഉപരിദക്ഷിണ, ഇനി എന്ത് ദക്ഷിണയാ? ദാനം പൂർത്തിയാവണച്ച ഉപരിദക്ഷിണ ഇതുവരെ ചെയ്തിട്ടില്ലേ? എന്താ അങ്ങേക്ക് എന്താ മനസ്സിലാവണില്ലേ? നോട്ടുകെട്ട് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ മീതെ ഒരു നാണയം കൂടി വെക്കൂ. ധനം ദാനം ചെയ്യുമ്പോൾ പോലും ഉപരിദക്ഷിണയായിട്ട് ദാനം ചെയ്യണം, എന്നാലേ അത് പൂർത്തിയാവുള്ളൂ. നീ നിയമല്ലേ? അപ്പൊ എന്നാ എത്രയാ അതിന് ഉപരിദക്ഷിണ എത്രയാ വേണ്ടത്? ഈ രാജ്യത്തിന്റെ ഒക്കെ ഒരു കണക്ക് വെക്കുമ്പോൾ അനവധി ഉണ്ട്, പക്ഷെ ഞാൻ മുഴുവൻ പറയണില്ല കേട്ടോ. കുറച്ച് മതി, ഒരു 2.5 ഭാരം സ്വർണം തന്നോളൂ, അത് മതിയാവും. 2.5 ഭാരം സ്വർണം വെച്ചാൽ എത്ര ഉണ്ടാവും? 1065 കിലോ സ്വർണം ഉണ്ട്, അത്രേ ഉള്ളൂ. ബ്രാഹ്മണ, എന്റെ കയ്യില് ഇനി ഒന്നുമില്ല, രാജ്യം മുഴുവൻ ഞാൻ തന്നില്ലേ. ഞാനും ഉണ്ട്, എന്റെ പത്നിയുണ്ട്, എന്റെ മകനും ഉണ്ട്, വേറെ ഒന്നും ഇനി എന്റെ കയ്യിലില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരിക? എന്നാ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ദാനം തന്നിട്ടില്ല എന്നാ പറഞ്ഞോളൂ. അല്ല, അത് പറ്റില്ല, തന്നില്ലേ, നീ ബാക്കി എങ്ങനെയാ അസത്യാക്കാൻ പറ്റുക? എന്നാ നീ എപ്പോഴാ തരാ? ഞാൻ കിട്ടിയാ തരാം കേട്ടോ, കിട്ടുമ്പോ തരാം. എന്നാ അതിനൊരു ദിവസം, അതൊരു മാസം എന്നോ 6 മാസം എന്നോ എന്തോ ഒരു സമയം പറഞ്ഞു. ആ സമയത്തിനെ പറ്റി അത്ര ചർച്ചയില്ല. ഏതായാലും ചതിക്കാനാണെന്നുള്ള ആ ഒരു ലക്ഷ്യം. എന്നാ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ശരി, ഈ ദുഃഖത്തോട് കൂടിയിട്ട്, എന്നെ മുഴുവനായിട്ട് പറ്റിച്ചിരിക്കണു എന്നുള്ള ദുഃഖത്തോട് കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലാണ്. ആ അന്തപുരത്തിലേക്ക് ചെന്നു. ചന്ദ്രിക കണ്ടപ്പോഴേ വല്ലാത്തൊരു ദുഃഖം. എന്താ ഭർത്താവെ ഇങ്ങനെ ദുഃഖിക്കുന്നത്? അങ്ങ് ഇപ്പൊ സ്വതേ വളരെ സുഖത്തിലിരിക്കേണ്ടയാളാ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കണം കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഉപരിദക്ഷിണ കൊടുക്കാൻ 2.5 ഭാരം സ്വർണം വേണം, എവിടെ നിർത്തിട്ടാ കൊടുക്കുക? നമുക്ക് നമ്മുടെ സർവസ്വം നഷ്ടപ്പെട്ടിരിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാശിയിലേക്ക് പോവാം, വേറെ മാർഗമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ദേവാലയം ഇങ്ങോട്ട് കഴിഞ്ഞു ഉദരമായിട്ടുള്ളൂ. ആ സമയത്ത് ഉണ്ട് വിശ്വാമിത്രൻ വന്നിറക്കണം. എപ്പോഴാ സ്വർണം തരിക? ഞാൻ തന്നോളാം, ദാസ്യാമി, സംശയമില്ല. എപ്പോ അത് എനിക്ക് അറിയില്ല, കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ഇല്ല എന്നേ ഉള്ളൂ, തന്നോളാം സ്വർണം. അവിടുന്ന് മറ്റേ അനുവാദം വാങ്ങിക്കൊണ്ട് കാശിയിലേക്ക് പോകുന്നു. കാശിയിൽ അവിടെ എത്തി മഹാദേവനെയൊക്കെ തൊഴുതു, കണ്ടു, നമസ്കരിച്ചു. എന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല, ആകെ 3 തടിയാള് വിൽക്കാനുള്ളത്. വിശ്വാമിത്രൻ ആ സമയത്ത് വന്നപ്പോ, ഞങ്ങളെ വിൽക്കാനുള്ളവരെ ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ? വിശ്വാമിത്രനോട് തന്നെ ചോദിച്ചു. അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, വിശ്വാമിത്രൻ അത് അറിഞ്ഞുകൊണ്ടല്ല. വിൽക്കാനുള്ളവരെ ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയ്ക്ക് ദാസനാവാം, അങ്ങ് ഞങ്ങളെ ദാസനായിട്ടാ സ്വീകരിച്ചാൽ പിന്നെ അങ്ങയ്ക്ക് എന്ത് വേണിച്ചാൽ ചെയ്യാം, അത് മതി. എനിക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കത് പോറ്റാനും പറ്റില്ല. അതുകൊണ്ട് മറ്റേ നിങ്ങൾ എപ്പോഴാ കാശ് കിട്ടാച്ച അപ്പൊ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ തരണം. അപ്പൊ സമയത്തിനൊരു പരിധിയുണ്ട്. അപ്പൊ പരിധി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. തിഷ്ഠതി ഏകദിന അർത്ഥം, ഒരു ദിനത്തിന്റെ പകുതി ബാക്കിയുണ്ട്, ഒരു പകലിന്റെ ബാക്കി. അപ്പൊ 6 മണിക്കൂർ ബാക്കിയുണ്ട്. അത് കഴിയട്ടെ, എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഹരിശ്ചന്ദ്രൻ എന്നുള്ള രാജാവ്. അപ്പോൾ കടം വീട്ടാനുള്ള ഉദ്ദേശം ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്കത് പാലിക്കാൻ പറ്റുക? ഇപ്പൊ ചന്ദ്രിക, അതാണ് യഥാർത്ഥത്തിലുള്ള പാതിവ്രത്യമുള്ള പത്നിമാർ അങ്ങനെയാ ചെയ്യുക. എൻ്റെ ധർമ്മം എന്താ രാജാവേ? ഒരു ഭർത്താവിന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പത്നി എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഒരു പുത്രനെ കൊടുക്കുകയാണ്, ജ്ഞാതി ബന്ധുവിനെ കൊടുക്കുകയാണ് വേണ്ടത്. അത് ഞാൻ തന്നു കഴിഞ്ഞു, എൻ്റെ ധർമ്മം കഴിഞ്ഞു, അതുകൊണ്ട് എന്നെ അങ്ങ് വിറ്റോളൂ. ഇതാണ് പറഞ്ഞോട് കൂടിയിട്ടേ ആ രാജാവ് ഭർത്താവായി ആ സമയത്ത് ഈ സ്നേഹം വളരെ കൂടി. അപ്പം ആ സമയത്ത് ബോധം കെട്ടങ്ങോട്ട് വീണു. രാജാവിൻ്റെ ഈ വീഴ്ച കണ്ടതോട് കൂടിയിട്ട് അനവധി ഏനൈവ കോടിശോ വിത്തം പ്രമാണം അപവർജിതം സയേവ പൃഥിവീനാഥോ ഭുവി സ്വപിതി മേ പതി. എൻ്റെ ഭർത്താവ് എത്രയോ ദാനങ്ങൾ, എത്ര ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഈ ഭൂമിയുടെ മുഴുവൻ അധിപതിയാണ്. അദ്ദേഹമാണ് വെറും മണ്ണിൽ കിടക്കണത്. ഇത് ആലോചിച്ചതോട് കൂടിയിട്ട് ആ ചന്ദ്രിക ബോധം കെട്ട് വീണു. ആ സമയത്തെ വീണ്ടും എഴുന്നേറ്റില്ലേ ആ കഥയില്ല. പക്ഷേ ആ ചെറിയ ഉണ്ണിയില്ലേ, രോഹിതാശ്വൻ, ആ ഉണ്ണി പറയാണ്, മാതർമേ ദേഹി ഭോജനം, അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, ചോറ് തരൂ. ഇവിടെ എന്താണുള്ള അവസ്ഥ? ആകെ 3 തടിയാണ് വിൽക്കാനുള്ളത്. ബോധം കെട്ട് കിടക്കുകയാണ് ഭർത്താവ്. അതിൻ്റെ മീതെ ഈ റാണി ചന്ദ്രിക അവിടെ വീണ് കിടക്കണു. ആ സമയത്ത് ഈ എന്താണെന്നറിയോ, നിഷ്കളങ്ക ഭാവമാണ്, ഒന്നും അറിയില്ല. ആ സമയത്ത് ഈ ഉണ്ണി പറയാണ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ആ 20ാമത്തെ അധ്യായം അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയുള്ള ഈ
അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യഥാവിധി നടക്കണു. ക്രയവിക്രയം നടക്കണു. അതുപോലെ സത്യപരീക്ഷണത്തിൽ ഈ ദേവന്മാർ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് രാജാവ് എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്നു. അമ്മയുടെ അനുഗ്രഹത്തെ ലഭിക്കുന്നു. നന്നായിട്ട് തന്നെ രാജ്യം ഭരിക്കണം. അങ്ങനെയുള്ള ഈ ദേവിയെ അനുഗ്രഹിച്ചതായിട്ടുള്ള ആ ദേവിയെ ദുർഗ എന്ന രീതിയിൽ ഒന്ന് സ്മരിക്കുന്നതായിട്ടുള്ള ആ ഹരിശ്ചന്ദ്രനെ നമുക്ക് കാട്ടിത്തരുന്നു. അത് ഇനി നാളെ ആചാര്യന്മാർ പറഞ്ഞുതരും. എൻ്റെ വാക്കുകൾ അമ്മയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. 4 മിനിറ്റ് അധികമായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ശ്രീ മഹാദേവിയെ നമ. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ ജഗദംബികായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ശ്രീ മഹാദേവി നമ. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. വീണ്ടും വീണ്ടും നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ഇതിന് അവസരം തന്നതായിട്ടുള്ള സംഘാടകരെ പ്രത്യേകമായിട്ട് നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവി നമ. ശ്രീ മഹാദേവി നമ. ശ്രീ മഹാദേവി നമ. ഹരിയേട്ട വളരെ നന്ദി. അഖില കേരള തന്ത്രി സമാജ ഉത്തരമേഖല സംഘടിപ്പിക്കുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ദേവി ഭാഗവതം വെബിനാറിന്റെ ഹരിയേട്ടന്റെ 2ാം ദിവസത്തെ സമാപനമാണെന്ന്. ഇന്ന് ധന്വന്ത് പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ധന്വന്ത് കെ. ഞാൻ ബാച്ച് 7-ന്റെ ഒരു പഠിതാവാണ്. എൻ്റെ ഇല്ലം ഗോദാവരില്ലമാണ്. കണ്ണൂർ ജില്ലയിലെ കൊയ്യത്തിലാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഞാനിന്നിവിടെ നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. അഖില കേരള തന്ത്രി സമാജ ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ വൈശാഖ മാസാചരണത്തോട് ബന്ധപ്പെട്ട് നടത്തുന്ന ദേവി ഭാഗവതം ഓൺലൈൻ പ്രഭാഷണത്തിലെ 16ാം ദിനമാണ് ഇന്ന്. ഇത്രയും മനോഹരമായി പ്രഭാഷണം നടത്തിയ ബ്രഹ്മശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരിക്ക് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ഏകോപനവും സ്വാഗതവും നടത്തിയ വിശാഖ് ശർമ്മനും പ്രാർത്ഥന ചൊല്ലിയ തൻവിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിൽ പൂജാവർണ്ണ ബാച്ച് 7-ന്റെ പേരിലും അഖില കേരള തന്ത്രി സമാജ ഉത്തരമേഖലയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി. നന്ദി ധന്വന്ത്. ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നാളെ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല സംഘടിപ്പിക്കുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി കാപ്ര അച്യുതൻ നമ്പൂതിരിയാണ് പ്രഭാഷണം നടത്തുന്നത്. കാപ്ര അച്യുതൻ നമ്പൂതിരി ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിനടുത്തുള്ള വട്ടംകുളം ഗ്രാമത്തിൽ മാറത്ത് കാപ്രമനയിലെ അംഗമാണ്. വൈദിക പാരമ്പര്യമുള്ള മാറത്ത് കാപ്രയിലെ അംഗമാണ് അച്യുതൻ നമ്പൂതിരി. അദ്ദേഹം സംസ്കൃതാധ്യാപകനാണ്, ഭാഗവത ആചാര്യനാണ്, കൂടാതെ ആധ്യാത്മിക പൗരാണിക വിഷയങ്ങളിൽ പണ്ഡിതനുമാണ്. അദ്ദേഹത്തിന്റെ നാളത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടി ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ശുഭരാത്രി.